ഞങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യുന്നുണ്ട് എന്നാണ് നിങ്ങളുടെ ഒരു വാദം. അതിനു വേണ്ടി നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരുപാട് ആയത്തുകൾ ഓതും. ആ ആയത്തുകളിലൊക്കെ പരാമർശിക്കുന്നത് ദുആ എന്ന പദത്തെക്കുറിച്ചാണ്. ഇന്ദുഹും ഉദാഹരണം പറയുകയാണെങ്കിൽ, അപ്പോൾ ഈ ദുആന്റെ ഗണത്തിൽ ഞങ്ങൾ നടത്തുന്ന മഹത്തുക്കളോട് നടത്തുന്ന സഹായാർത്ഥനപ്പെടും എന്നാണ് നിങ്ങളുടെ വാദം. അപ്പോൾ ഭാഷാർത്ഥത്തിൽ ദുആനെ പല അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ എന്താണ് ഇസ്ലാമിക സാങ്കേതിക അർത്ഥത്തിൽ എന്താണ് ദുആ എന്നത് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ പല മുജാഹിദുകളോട് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല, ഹദീസിൽ പറഞ്ഞിട്ടില്ല. ഹദീസിൽ ഖുർആനിൽ ഇല്ലെങ്കിൽ പ്രാമാണികരായ ഏതെങ്കിലും പണ്ഡിതൻ ദുആന്റെ നിർവചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് അതിനെ പറ്റി ചോദിക്കാറുള്ളത്. പിന്നെ നമ്മൾ ഈ ചോദ്യം നിങ്ങൾ നീട്ടിക്കൊണ്ടുപോയി മറുപടി അരമണിക്കൂർ ആക്കാതെ നമുക്ക് ഇനിയും സമയം കുറഞ്ഞതുകൊണ്ട് ഇനിയും ചോദിക്കാനുള്ളത് കൊണ്ട് ചുരുങ്ങിയ രൂപത്തിൽ മറുപടി പ്രതീക്ഷിക്കുന്നു. സഹോദരൻ റാഷിദ് ചോദിച്ചത് ദുആന്റെ നിർവചനം എന്താണെന്നാണ്. അള്ളാഹുവിൻ്റെ റസൂല് ഹദീസുകൾ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശദമായ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ബഹുമാനായ ഫൈസൽ മൗലവി അദ്ദേഹത്തിന് വിശദീകരിച്ചു. അൽഹംദുലില്ലാഹ്. ഏതായാലും ഇത്തരമൊരു വേദിയെ ഉപയോഗപ്പെടുത്തുകയും ഈ നിലയ്ക്ക് ചോദിക്കാൻ വേണ്ടി വരികയും ചെയ്തതിൽ സന്തോഷമുണ്ട്. സത്യത്തെ മനസ്സിലാക്കാനുള്ള ഒരു അന്വേഷണ ബുദ്ധിയാകട്ടെ എന്ന് പ്രത്യേകമായി ആശിക്കുന്നു. അള്ളാഹു അല്ലാത്തൊരു പ്രാർത്ഥിക്കാൻ പാടില്ല, ദുആ റബ്ബിനോട് മാത്രം എന്ന് പറയുമ്പോൾ പൊതുവെ ഞങ്ങളാരും റബ്ബല്ലാത്തൊരു പ്രാർത്ഥിക്കുന്നില്ല, സഹായം ചോദിക്കുന്നേയുള്ളൂ, ഇസ്തിഗാസയേയുള്ളൂ, ദുആ അല്ല എന്നാണ് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉസ്താദുമാർ പറയാറുള്ളത്. അപ്പം അത് സ്ഥാപിക്കാനാണ് പൊതുവെ ആളുകൾ ചോദിക്കും, ഇങ്ങനെ എന്താണ് ദുആന്റെ നിർവചനം. അപ്പം ചില ഉസ്താദുമാർ ശിഷ്യന്മാരെ പറഞ്ഞു പഠിപ്പിച്ചതോ പറ്റിച്ചതോ നിർവചനം ചോദിച്ചാൽ പിന്നെ നമ്മളെ ദുആ ഇസ്തിഗാസ ആയി മാറിക്കിട്ടും, ദുആ ആവൂല എന്നാണ്. അപ്പം എനിക്ക് ചെറിയൊരു അഭ്യർത്ഥന ഉള്ളത്, ഞാനൊരു ശതമാനം നിർവചനം പറയാം. ഈ നിർവചനം നിങ്ങൾ ചോദിക്കുന്നത്, ഞാൻ ഉത്തരം നീട്ടിക്കൊണ്ടുപോകുന്നില്ല, നേരത്തെ ഉത്തരം നീളാൻ കാരണം 3 ചോദ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഒറ്റ ചോദ്യത്തിൽ 3 ചോദ്യമായിരുന്നു, അതുകൊണ്ടാണ് നീണ്ടത്. നിങ്ങൾ നിർവചനം സാധാരണ ചോദിക്കുന്ന ദുആ എന്താ നിങ്ങൾക്ക് മനസ്സിലാകത്തോണ്ടല്ല എന്ന് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം. നേരെ മറിച്ച് ഇലാഹാന്ന് വിശ്വസിച്ചാലേ ദുആ ആവുള്ളൂ എന്ന് സ്ഥാപിച്ചെടുക്കാനാണല്ലോ. അപ്പം എനിക്ക് ഉറപ്പിച്ച് പറയാനുള്ളത്, നിങ്ങൾക്ക് ലോകത്ത് ഏത് നിർവചനം എടുത്താലും നിങ്ങൾ പിന്നെ പോയി നിഷ്പക്ഷ ബുദ്ധിയോടെ പഠിച്ച് അന്വേഷിച്ചോളി. ഏത് നിർവചനം എടുത്താലും ഇലാഹാന്ന് വിശ്വസിച്ചുകൊണ്ട് തേടിയാലേ ദുആ ആവുള്ളൂ എന്ന് ദുന്യാവിൽ അഹ്ലുസുന്നത്തിന്റെ ഒരു ആലിമും പറഞ്ഞിട്ടില്ല. അത് ഞാൻ ഒരു ആമുഖമായി പറഞ്ഞു വെച്ചതേ ഉള്ളൂ. നിങ്ങൾ അന്വേഷിക്കാം. അങ്ങനെയൊന്നും അല്ല നിങ്ങൾ ഒരു മനസ്സോട് കൂടി നിങ്ങൾ അന്വേഷിച്ചോളി. അഹ്ലുസുന്നയുടെ ഒരു പണ്ഡിതനും ഇലാഹാന്ന് വിശ്വസിച്ചുകൊണ്ട് തേടിയാലേ ദുആ ആവുള്ളൂ, സ്വയം കഴിവുണ്ട് വിശ്വസിച്ചുകൊണ്ട് തേടിയ ദുആ ആവുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ നിർവചനം പറയുന്ന ശൈലി പിൽക്കാല പണ്ഡിതന്മാർ സ്വീകരിച്ചതാണ്, ഖുർആന്റെ ശൈലിയല്ല, ഹദീസിന്റെ ശൈലിയല്ല എന്ന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായി നിങ്ങളൊക്കെ പള്ളിദാസിൽ പഠിക്കുന്ന കിതാബാണ് ഹാഷിയത്തുൽ ബാജൂരി. അതിൽ ദുആയുടെ നിർവചനം പറയുന്നുണ്ട്. അദ്ദുആ ഇൻദനാ മആശ അഹ്ലി സുന്ന ഹുവ തലബുൽ അദ്നാ മിനൽ അഅ്ലാ ശൈഅൻ അലാ വജ്ഹിൽ ഇസ്തികാന എന്നാണ് നിങ്ങളൊക്കെ ഓതി പഠിക്കുന്ന കിതാബിൽ പറഞ്ഞ നിർവചനം. ആ നിർവചനം തന്നെ നമുക്ക് സ്വീകരിക്കാം, വിരോധമൊന്നുമില്ല, അത് നിർവചനമാണ്. ഇനി അതേപോലെ മുല്ലാ അലിയുൽ ഖൈർ മിർഖാത്തിൽ ഏതാണ്ട് ഇത് സമാനമായ നിർവചനം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു വ്യത്യാസം മാത്രമേ അതിൽ കാണുന്നുള്ളൂ. ആ നിലക്ക് 11 നിർവചനം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിർവചനം ചോദിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ദുആ അല്ലാന്ന് സ്ഥാപിച്ചെടുക്കാനൊന്നും ഏതായാലും നടക്കില്ല. ഇസ്തിഗാസ എന്ന ഓമനപ്പേരിട്ടതുകൊണ്ട് ദുആ അല്ലാതായി മാറുകയുമില്ല. ഇത് മറുവശമാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്. ലോകത്ത് അഹ്ലുസുന്നയുടെ ഒരൊറ്റ പണ്ഡിതനും ഇലാഹാന്ന് വിശ്വസിച്ചുകൊണ്ട് സഹായം തേടിയാലേ ദുആ എന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ ദുആ എന്ന് പറയില്ല എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല, എവിടെയും അത് കണ്ടിട്ടുണ്ടാവില്ല, കാണാൻ കഴിയൂല. അവിടെ ഒരു വിമർശന ബുദ്ധിയോടെയെങ്കിലും നിങ്ങളത് പോയി ഒന്ന് തപ്പുക, അങ്ങനെ ഉണ്ടോന്ന്. ഇലാഹാന്ന് വിശ്വസിച്ചുകൊണ്ട് തേടിയാലേ ദുആ ആവുള്ളൂ എന്ന് ഏതെങ്കിലും കിതാബിലുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുക, കാണാൻ സാധ്യമല്ല. ശരി. പിന്നെ നിങ്ങൾ പറഞ്ഞു ബാജൂരിയിൽ പറഞ്ഞ ആ ഒരു നിർവചനമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിനക്ക് ദുആന് നിർവചനമായി പറയാനുണ്ട് എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. വിഷയം ഒരു നിസാര വിഷയമായി നിങ്ങൾ കാണരുത്. ഈ ആയത്തുകളൊക്കെ ഓതിക്കൊണ്ട് ദുആനെതിരെയുള്ള ഒരുപാട് ആയത്ത് വിശുദ്ധ ഖുർആനിലുണ്ട്. ഇത്രയും ആയത്തുകൾ ഓതിക്കൊണ്ട് ലോകത്തുള്ള ബഹുഭൂരിഭാഗം വരുന്ന മുസ്ലിങ്ങളെ നിങ്ങൾ മുശ്രിക്കാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അപ്പോൾ ആധികാരികമായി നിങ്ങൾക്ക് പറയാൻ കണ്ടത് ബാജൂരിയുടേത് ആണോ, അതല്ല അതിനപ്പുറം വലിയത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഈ ബാജൂരിയിൽ പറഞ്ഞ അനുസരിച്ച് തന്നെ
എന്താണ് അതിന അയലയോട് തേടി, താഴ്ന്ന ഒരാള് ഉയർന്ന ആളോട് തേടി ഇസ്തിഖാനത്തിന്റെ വജിഹിന്റെ മേലിൽ എന്ന് പറഞ്ഞു. എന്താണ് ഈ ഇസ്തിഖാന? വിനയത്തോടു കൂടെ താഴ്മയുള്ള ഒരാൾ മുകളിലോട് ചോദിയാൽ ആ തേടപ്പെടുന്ന ആള് ജിന്നാണെങ്കിൽ ശിർക്കാവോ, അല്ലെങ്കിൽ മലക്കാവുമ്പോൾ ശിർക്കാവോ, അങ്ങനെ ജില്ലല്ലാത്ത വല്ലതാവുമ്പോൾ ശിർക്കാവോ? എന്താണ് ഈ ഇസ്തിഖാനത്തിന്റെ മാന? ഒന്നുകൂടി വിശദീകരിച്ച വളരെ റാഹത്തായിരുന്നു. അപ്പൊ ആ നിർവചനം മതി, ഏതായാലും കുഴപ്പമില്ലല്ലോ. അഹ്ലുസുന്നയുടെ സമൂഹത്തിന്റെ വിശ്വാസപ്രകാരമുള്ള ദുആ, അതാണ് ബാജൂരി പറഞ്ഞത്. അപ്പൊ അതിനെ കുറിച്ച് പ്രയാസം ഉണ്ടാവും എനിക്കറിയാം. ഇസ്തിഖാനത്തിന്റെ വജഹിൽ ആ പറഞ്ഞ ദുആ ജിന്നാനോടായാലും ശിർക്ക് തന്നെയാണ്, ഇൻസിനോടായാലും ശിർക്ക് തന്നെയാണ്, ഞാൻ നിങ്ങളോടത്തേലും ശിർക്ക് തന്നെയാണ്, നിങ്ങൾ എന്നോടത്തേലും ശിർക്ക് തന്നെയാണ്. ഒരു സംശയമില്ല. നിങ്ങൾ കേൾക്കി ഇരിക്കി, ചോദിക്കാൻ മാത്രമല്ല കേൾക്കി. ആരോട് നടത്തിയാലും ശിർക്കാണ്. ഈ പറയപ്പെട്ട ദുആ അഹ്ലുസുന്നയുടെ ഇസ്തിലാഹയായി പ്രയോഗിക്കുന്ന ദുആ, വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഫലാ തദ്ഉ മഅല്ലാഹി അഹദ എന്ന് പറഞ്ഞ ദുആ, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, തീർച്ചയായും പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, അതിനാൽ അല്ലാഹുവിന്റെ കൂടെ ഒരാളോടും നിങ്ങൾ ദുആ ചെയ്യരുത് എന്ന് പറഞ്ഞ ദുആ ജിന്നിനോട് നടത്തിയാലും ശിർക്ക് തന്നെ, ഇൻസിനോട് നടത്തിയാലും ശിർക്ക് തന്നെ, നിങ്ങൾ എന്നോട് നടത്തിയാലും ശിർക്ക് തന്നെ, ഞാൻ നിങ്ങളോട് നടത്തിയാലും ശിർക്ക് തന്നെ. അത് ജീവിച്ചവര് മരിച്ചവര് ജിന്ന് ഇൻസ് ആ വ്യത്യാസം ഒന്നുമില്ല. അത് റബ്ബിനോട് മാത്രമേ പറ്റൂല. അല്ല ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അല്ലാഹുവിന്റെ കൂടെ ഒരാളോടും നിർവഹിക്കരുത്. ആ ഒരാളോടും എന്ന് പറഞ്ഞാൽ ജിന്നും പെട്ടു, മലക്കും പെട്ടു, മൊഹീദീൻ ശൈഖും പെട്ടു, അല്ലാഹുവിന്റെ റസൂലും പെട്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ സൃഷ്ടികൾക്കും അത് ബാധകമാണ്. അതാണ് ദുആ. ഇനി എന്താണ് ഇസ്തിഖാനത്ത്? വിനയത്തോടെ തേടുന്ന ആളിലുള്ളത് അലാ വജഹിൽ ഇസ്തിഖാന, വിനയത്തോടു കൂടി തേടുക എന്നാണ് അതിൽ പറഞ്ഞത്. ഏതായാലും ഇലാഹാന്ന് വിശ്വസിച്ചുകൊണ്ട് തേടുകയെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇലാഹാന്ന് വിശ്വസിച്ചുകൊണ്ട് തേടിയാലാണ് ദുആ എന്ന് പറഞ്ഞിട്ടില്ല. സ്വയം കഴിവുണ്ട് വിശ്വസിച്ചോ തേടിയാൽ ദുആ എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ ലോകത്ത് അഹ്ലുസുന്നയുടെ ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. ദുആക്ക് നിർവചനം പറഞ്ഞിടത്തൊക്കെ ഈ നിർവചനമേ കാണൂ, അല്ലെങ്കിൽ സമാനമായ ആശയമുള്ള നിർവചനങ്ങളെ കാണൂ. അപ്പൊ പിന്നെ സംശയം എന്താണ്? വിനയത്തോടെ ചോദിച്ചാലൊക്കെ ദുആ ആവോ? എല്ലാ വിനയും ദുആ ആണോ? ഇല്ല. അതാണ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അഭൗതികവും ഭൗതികവും കാര്യകാരണ ബന്ധവും അതിനപ്പുറവും ഇപ്പുറവും ദൃശ്യവും അദൃശ്യവും ഒക്കെ പഠിപ്പിക്കുന്നതിനാണ്, ആ ഇസ്തിഖാനത്ത് വിവരിക്കാനാണ്. അപ്പൊ ആ അർത്ഥത്തിലാണ് ദുആനെ വേർതിരിച്ച് കാണുന്നത്. ഇനി ആ നിർവചനം ശരിയല്ല എന്നാണോ നിങ്ങൾ പറഞ്ഞോളി, ഞങ്ങൾക്ക് ബാധകമല്ല, കാരണം കിതാബുള്ളതാണ്. ഇനി അതിനപ്പുറത്ത് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നില്ല, പക്ഷെ എന്നാലും അറിയാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതേ ഉള്ളൂ. മുഖാമുഖാകുമ്പോൾ അങ്ങോട്ട് ചോദിക്കുന്നത് ശരിയല്ലല്ലോ. ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതേ ഉള്ളൂ. നിങ്ങൾ എല്ലാ സ്ഥലത്തും നിങ്ങൾ സാധാരണ പറയാറുണ്ടല്ലോ, ഇലാഹാന്ന് വിശ്വസിച്ചുകൊണ്ട് തേടിയാലേ ദുആ ആവുള്ളൂ, അപ്പോഴേ ശിർക്ക് വരുള്ളൂ, അല്ലെങ്കിൽ ദുആ ആവൂല. നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാരുടെ അക്കീദത്തുൽ സുന്നയിലേക്ക് അങ്ങനെയാണ് എഴുതിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് കോപ്പിയെടുത്തിട്ടാണ് നിങ്ങളെ ഒട്ടുമിക്ക മുസ്ലിയാക്കന്മാരും. വാക്കബിയുടെ പുസ്തകത്തിലുണ്ട്, സുലൈമാൻ സഖാഫിന്റെ പുസ്തകത്തിലുണ്ട്, അലി സഖാഫിയുടെ പുസ്തകത്തിലുണ്ട്, അവരൊക്കെ എഴുതിച്ചിട്ടുണ്ട്. ഞാനതാ പറഞ്ഞു, നിങ്ങളുടെ പക്കൽ അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ ഇല്ലാന്ന് എനിക്ക് ഉറപ്പാണ്. ഇലാഹാന്ന് വിശ്വസിച്ചുകൊണ്ട് തേടിയാലേ ഇവിടെ തേട്ടം ദുആ ആവുള്ളൂ. കൊടുത്ത കഴിവിൽ എന്ന് ചോദിച്ചാൽ ദുആ ആവൂല, സ്വയം കഴിവുണ്ട് വിശ്വസിച്ചാൽ ദുആ ആവുള്ളൂ എന്ന് പറഞ്ഞ ഒരു ഇമാമിനെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെ കൂട്ടത്തിൽ ഒരാളെ പോലും കാണുക സാധ്യമല്ല. ഇനി ഒരു വിഷയം പറയാനുള്ളത് വെച്ചാൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശുദ്ധ ഖുർആനും ഒക്കെ ദുആ എന്ന് പരിചയപ്പെടുത്തി എവിടെയാണ് എന്ന് നോക്കിയാൽ മതിയല്ലോ. എവിടെ പരിചയപ്പെടുത്തിയത്? രണ്ടാൾ തമ്മിൽ 10 രൂപ കടം ചോദിക്കുമ്പോൾ അത് ദുആ ആണ് പറഞ്ഞിട്ടില്ല, തേടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ പാടില്ല എന്ന് പറഞ്ഞതോ ഒന്നും പാടില്ല എന്നാ പറഞ്ഞത്. അല്ലെ ഏറ്റവും മാസ്റ്റർ പീസ് മുജാഹിദീങ്ങൾ എല്ലാ സ്ഥലത്തും ഓതുന്ന ആയത്താണെന്ത്? ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. സൂറത്ത് ഫാത്തിർ 35-ാം അധ്യായം, സൂറത്ത് ഫാത്തിറിലെ 13-14 ആയത്തുകൾ ഈ വിഷയം പഠിപ്പിക്കുന്നു. അവിടെ വല്ലദീന തദ്ഉന മിൻ ദൂനി, അല്ലാഹുക്ക് പുറമെ നിങ്ങൾ ആരോട് ദുആ ചെയ്താലും ശരി, മാ യംലികുന മിൻ ഖിത്മീർ, കാരക്കക്കുരുവിന്റെ പാട പോലും അവർ ഉടമയാക്കുന്നില്ല. കാരക്കക്കുരുവിന്റെ പാട പോലും ഉടമയാക്കുന്നില്ല. അല്ലാഹുക്ക് പുറമെ ആരോട് തേടിയാലും, നബിയോട് തേടിയാൽ ഈ ആയത്ത് ബാധകമാണോ? സ്വഹാബത്തോട് തേടിയാൽ ഈ ആയത്ത് ബാധകമാണോ? ജിന്നിനോടും മലക്കിനോടും തേടിയ ഈ ആയത്ത് ബാധകമാണോ? ആരോട് തേടിയാലും ബാധകമാണ്. അപ്പോൾ ആരോട് തേടിയാലും ശരി, മാ യംലികൂന മിൻ ഖിത്മീർ, കാരക്കക്കുരുവിന്റെ പാട പോലും ഉടമയാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കില്ല. അതാണല്ലോ ഇസ്ലാം പരിചയപ്പെടുത്തിയ ദുആ. ഖുതുബിയത്തിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എന്ത്? അജബ്തുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി ഫൽയദ്ഉ യാ അബ്ദുൽ ഖാദിർ മുഹിയ്യദ്ദീനി. ഞാൻ അവന്റെ ദഅവത്തിന് വളരെ പെട്ടെന്ന് ഉത്തരം ചെയ്യും, അതുകൊണ്ട് ഫൽയദ്ഉ,
അവൻ ദുആ ചെയ്യട്ടെ, അവൻ വിളിക്കട്ടെ, അവൻ പ്രാർത്ഥിക്കട്ടെ, അവൻ സഹായമർത്ഥിക്കട്ടെ. ഫൽയദ്ഉ, അവൻ വിളിക്കട്ടെ, ദുആ ചെയ്യട്ടെ. യാ അബ്ദുൽ ഖാദിർ മുഹിയുദ്ദീൻ. ഇത് ശിർക്കല്ലാന്ന് സ്ഥാപിക്കാൻ നിർവചനം ചോദിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല. അവിടെ ലോക മുസ്ലിമീങ്ങളെ മുസ്ലിക്കാക്കല്ല, മുസ്ലിമീങ്ങളെ ശിർക്കിലേക്ക് നിങ്ങളെപ്പോലത്തെ മുസ്ലിയാക്കന്മാരെ കൊണ്ടുപോകുമ്പോൾ ഇത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന പണിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. മുസ്ലിക്ക് ആക്കാൻ ഞങ്ങളെ പണിയെങ്കിൽ ഒരു ശിർക്ക് ചെയ്തോട്ട് ചേച്ചും ഉണ്ടാക്കിയല്ലേ വേണ്ടത്. മുസ്ലിക്ക് ആക്കാതെക്കാനാണല്ലോ ശിർക്ക് ചെയ്യല്ല എന്ന് പറഞ്ഞ ഈ നിലക്ക് ദഅവത്തുമായി ഇറങ്ങി പുറപ്പെടുന്നത്. അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാ. നമ്മളെ മൗലവി സാഹിബ് ഇവിടെ ദുആഇനൊരു നിർവചനം പറഞ്ഞു. ത്വലബുൽ അദ്ന മിനൽ അഅല അലാ വജ്ഹിൽ ഇസ്തികാനത്തി. ഇതിന്റെ അർത്ഥം താഴേക്കിടയിലുള്ള ഒരാൾ മേലേക്കിടയിലുള്ള ഒരാളോട് വിനയത്തോടുകൂടെ ഒരു കാര്യം ചോദിക്കുക. ഇപ്പറഞ്ഞതാണ് ഇപ്പോ ആ അറബി ഇബാറത്തിന്റെ അർത്ഥം. താഴേക്കിടയിലുള്ള ഒരാൾ മേലേക്കിടയിലുള്ള ഒരാളോട് വിനയത്തോടുകൂടെ തേടലാണ് ദുആ. ആ ദുആ അല്ലാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കുക എന്നത് ശിർക്കാണ് എന്നതാണ് ആകത്തുക നമ്മുടെ മൗലവി സാഹിബ് ഇവിടെ പറഞ്ഞത്. അപ്പോ ഞാനൊരു ഉദാഹരണം ചോദിക്കുകയാണ്. ഞാനിപ്പോ വളരെ വിനയത്തോടുകൂടി ഇവിടെ പരാമർശിച്ച നിർവചനത്തിൽ മരിച്ചു പോകണമെന്നോ ജീവിച്ചിരിക്കാൻ പാടില്ലെന്നോ അഭൗതികമാകണമെന്നോ ഭൗതികമാകണമെന്നോ ഒന്നും പരാമർശിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഞാൻ വളരെ വിനയത്തോടുകൂടി, അല വജ്ഹിൽ ഇസ്തികാന എന്നാണല്ലോ നിർവചനത്തിൽ പറഞ്ഞത്, വളരെ വിനയത്തോടുകൂടി എൻ്റെ ഉപ്പയോട്, എൻ്റെ ഉപ്പ അയലാണ്, മേലുള്ള ഒരാളാണ്, ഞാൻ അതിനെയാണ്, എൻ്റെ ഉപ്പയോട് വളരെ വിനയത്തോടുകൂടി പാപ്പച്ചി ഒരു 10 ഉറുപ്യ തരണട്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ ഇത് ദുആ ആകുമോ? നിങ്ങൾ പറഞ്ഞ നിർവചനം അനുസരിച്ച് അത് ദുആ ആകുമെന്നാണ്. അപ്പോ ആ ഇസ്തികാനത്ത് അഥവാ വിനയത്തോടു കൂടെ ഞാൻ തേടിയത് ദുആ ആകുമോ? അത് നടത്തിയാൽ ശിർക്കാകുമോ എന്നതാണ് ചോദ്യം. പൊന്നു മുസ്ലിയാരെ, ഞാൻ പറഞ്ഞ നിർവചനമല്ല, നിങ്ങളെ കിതാബിൽ നിർവചന പറഞ്ഞത്. നിങ്ങളെ കിതാബിൽ നിങ്ങൾ ഓതി പഠിക്കുന്ന ഷെയ്ഖുൽ ഇസ്ലാം എന്ന് നിങ്ങൾ പറയുന്ന ഇമാം ബൈജൂരി എന്ന് നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ആളുടെ ഹാഷിയത്തുൽ ബാജൂരി അലാ ഷറഹിൽ ബൈജൂരി എന്ന കിതാബിൽ 96-ാമത്തെ പേജിൽ പല നിർവചനമാണ് ഈ പറഞ്ഞത്. ഇനി അതിന് സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ചോളി, ഷെയ്ഖുൽ ഇസ്ലാം ബാജൂരിയോട് ചോദിച്ചോളി, നിങ്ങൾ എന്താ ഉസ്താദി പറഞ്ഞത്, നിങ്ങൾ എഴുതിയ നിർവചനങ്ങൾ ഞങ്ങൾ കുടുങ്ങിയല്ലോ, ഈ വക നിർവചനം എഴുതാൻ പാടില്ല, ഇങ്ങനെയാണ് ഈ വാപ്പാണ് ചോദിക്കാൻ പറ്റോ എന്ന് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചോളി. അതല്ല വേണ്ടത്. നിങ്ങൾ ഓതി പഠിക്കണ, ഓതി പഠിപ്പിക്കുന്ന, നിങ്ങൾ കൊണ്ടുവരുന്ന കിതാബല്ലേ, നിങ്ങളെ ഇപ്പം എന്താ മരിച്ചാലും ചോദിക്കാന്നല്ലേ, നിങ്ങൾ ചോദിച്ചോളി. മരിച്ചു പോയാലും ചോദിക്കാം, ഒരു കേൾക്കും, ഒരു കാണും, ഒരു അറിയും, ഇടപെടുന്നാണല്ലോ. അത് മുല്ലാനിയിൽ കളി മിർക്കാത്തിലുമുണ്ട്. ഇതെന്താ നിങ്ങൾ വിചാരിച്ചത് നമ്മൾ നിർവചനം പറയില്ലാന്നാ? നിർവചനം പറയും നിങ്ങൾ പ്രതീക്ഷയല്ല. അത് നമുക്ക് കുറച്ച് കാര്യമല്ല ഇങ്ങനെയൊക്കെ നടക്കുന്നത്. അപ്പൊ അതൊക്കെ നിർത്തിക്കുക, അതിനൊന്നും ആവശ്യമില്ല. ഈ വക ദുആ എന്താന്ന് തിരിയാത്തപ്പോ ഈ 2-4-5 മൂലയന്മാരല്ലാതെ ബാക്കി ആരാണ്ടാകാം? നിങ്ങളിപ്പോ പരീക്ക് വിളിച്ചോണ്ടിട്ട് 100 ഉറുപ്പ്യ എന്നൊരു ഉസ്താദ് നിങ്ങൾ ദ്വാരക്ക് ഇട്ടോ എന്ന് പറഞ്ഞാൽ ഏത് ദുആ വേണ്ടി, ഏത് നിർവചനം എനിക്ക് വേണ്ടത്? ഭാഷാപരമായ ദുആ ആണോ? എൻ്റെ ഇത്ര 5-6 ഐറ്റം ദുആ ഉണ്ട്, ഏതാപ്പോ ഉദ്ദേശം എനിക്കൊന്നും മനസ്സിലാണില്ല എന്നറിയോ? അത് പറഞ്ഞാൽ ആ കാക്ക 100 വാങ്ങും, പോയി അവിടുന്ന് അറിയും. ഇത്രയും കാലത്ത് നിങ്ങൾക്ക് ഇത് തിന്നിട്ടില്ലെങ്കിൽ എന്തിനാ അതിനടുക്കളിക്കില്ല? ഈ പൊട്ടംകളി കൊണ്ടാണ് സമുദായത്തെ പറ്റിക്കുന്നത്. നമ്മൾ എത്രേ പറഞ്ഞുള്ളൂ, ഉസ്താദെ ദ്വാരക്ക് എന്ന് പറയുമ്പോൾ പഠിച്ചോ ഹൈറാക്കട്ടെ എന്ന് പറയാലോ. ആ സ്ഥാനത്ത് മൊയ്തീൻ ശൈഖ് ഹൈറാക്കട്ടെ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. പഠിച്ചോ ഹൈറാക്കട്ടെ എന്ന് പറഞ്ഞോടത്ത് മൊയ്തീൻ ശൈഖ് ഹൈറാക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ ഹൈറുള്ള തേട്ടം മൊയ്തീൻ ശൈഖിനോടായി. ഇനി നിർവചനങ്ങൾ എന്തെടുത്തോളി, നിർവചനം വേണ്ട ചൊല്ലിയാൽ കുഴപ്പമില്ല, ഒരു നിർവചനം ഇല്ലാതെ കൂട്ടുക. എന്നാലും അത്രയും മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞുള്ളൂ. അല്ല പറഞ്ഞ ഈ കെട്ടിക്കൊടുക്കും ഈ പൊട്ടങ്ങളെയും ആവശ്യമില്ല. നല്ല നിങ്ങൾക്ക് നിർവചനം പറഞ്ഞു, രണ്ടാമതും വിശദീകരിച്ചു, പിന്നെ നിങ്ങൾ മറ്റേ കളിയാണെങ്കിൽ അത് നിർത്തി കളി. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഉസ്താദെ ദ്വാരക്കി എന്ന് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് പഠിച്ചോ ഹൈറാക്കട്ടെ എന്ന് പറഞ്ഞ സ്ഥാനത്ത് മൊയ്തീൻ ശൈഖ് ഹൈറാക്കട്ടെ എന്ന് പറയുന്നുവെങ്കിൽ അവിടെ എന്ത് നിർവചനങ്ങൾ വെച്ചാലും ശരി അത് പച്ചയായ ശിർക്കാണ്. അതിവിടെ നടക്കുന്നുണ്ടോ? ഉണ്ട്, നടക്കുന്നുണ്ട്. അതാ പറഞ്ഞ മാനയിൽ, മൗലൂദിൽ, റാത്തീബിൽ, കുതുബിയത്തിൽ, ജാറങ്ങളിൽ, ദർഗയിൽ എല്ലാം എന്താ ഇതേ പറച്ചിലാണ്. അതാ നേരത്തെ പറഞ്ഞത്. അതാ നേരത്തെ പറഞ്ഞ ഓരോ സംഗതിക്കും അവിടെ ചോദിക്കുന്നത് ഫല്ലാഹു അഅ്താകഹു ഫഅൻത മാലികുഹു എന്ന് പറഞ്ഞ ശൈഖേ, അല്ലാഹ് നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളാണല്ലോ അതിന്റെ ഉടമ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ചോദ്യം എന്താ? ബസ്റുഫു ആദി സിറാതൻ അൻത സാലികുഹു, എന്റെ കൽബിന് ശൈഖേ നിങ്ങൾ നേരായ വഴിയിലേക്ക് വഴി കാണിക്കണേ. ഇതിന് എന്ത് നിർവചനം പറഞ്ഞാലാ ദുആ അല്ലാതായി മാറുക? എന്റെ കൽബിന് നേരായ വഴിയിലേക്ക്, നിങ്ങളൊക്കെ പ്രവേശിച്ച മാർഗത്തിലേക്ക് ശൈഖേ താങ്കൾ വഴി കാണിക്കണേ എന്നൊരാൾ പറഞ്ഞാൽ എന്തു നിർവചനം പറഞ്ഞാലാണ് ഉസ്താദുമാര് ഇത് ദുആ അല്ലാതായി മാറുക?
ഫജുദ് യാ റസൂലല്ലാഹി മിൻകാ ബിറഹ്മതി ലിഅബ്ദിൻ അസീരിൻ ബിദ്ദുനൂബി മുസർബലു എന്ന പാട്ട്. ഫജുദ് യാ റസൂലല്ലാഹ്, റസൂലേ താങ്കൾ ഔദാര്യം ചെയ്യണേ, മിൻകാ ബിറഹ്മതി, താങ്കളുടെ റഹ്മത്ത് കൊണ്ട് താങ്കൾ ഔദാര്യം ചെയ്യണേ. പഠിച്ചോ റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പ്രസ്ഥാനത്ത് നബിയെ താങ്കളെ റഹ്മത്ത് കൊണ്ട് താങ്കൾ ഔദാര്യം ചെയ്യണേ. ആർക്കിലി അബ്ദിൻ അസീരിൻ ബിദ്ദുനൂബി മുസർബലു, കൂട്ടം കൂട്ടമായി ഒന്നാകെ കുമിഞ്ഞുകൂടിയ പാപങ്ങളിൽ ബന്ധനസ്ഥനായി മാറിയ ഈ അടിമക്ക് നബിയെ അങ്ങയുടെ റഹ്മത്ത് കൊണ്ട് അങ്ങ് ഔദാര്യം ചെയ്യണേ എന്ന് പറയുന്നത് ദുആ അല്ല എന്ന് പറയാൻ എന്ത് തൈരീഫിന്റെ പിൻബലങ്ങൾക്കുള്ളത്? എന്ത് നിർവചനം? ഏത് കിതാബിലുള്ളത്? നിങ്ങൾ കുറെ കാലം കിതാബ് ഓതി പറയാന്നല്ലാതെ ഞാൻ നമ്മുടെ അഹ്ലുസുന്നയുടെ ഒരൊറ്റ കിതാബിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ കിട്ടുള്ളൂ, അല്ലാതെ കിട്ടൂലല്ലോ. നിങ്ങൾ നന്നായാലും ചിലപ്പോൾ ബാക്കിലൊന്നും ആയിക്കഴിഞ്ഞ. അപ്പൊ അഹ്ലുസുന്നയുടെ കിതാബുകളിൽ 1400 കൊല്ലം എഴുതപ്പെട്ട അഹ്ലുസുന്നയുടെ കിതാബുകളിൽ ഒരു കിതാബിലെങ്കിലും ഇന്ന് രാത്രി കിടക്കുമ്പോൾ ആലോചിച്ചു, ഒരു കിതാബിലെങ്കിലും ഇലാഹാന്ന് വിശ്വസിച്ചുകൊണ്ട് തേടിയാലേ ദുആ ആവുള്ളൂ, സ്വയം കഴിവുണ്ട് വിശ്വസിച്ചാലേ ദുആ ആവുള്ളൂ എന്ന് എഴുതി വെച്ച ഒരു വരി ഇല്ലേ ഇല്ല. പിന്നെ എഴുതിയൊക്കെ എന്താ? ഇവ നേരത്തെ പറഞ്ഞ ബാജിയുടെ നിർവചനം, അതേപോലെ മിർക്കാത്തിൽ പറഞ്ഞ നിർവചനം. ഇനി വേണോ? ഇമാം ഖത്താബി പറഞ്ഞത് വേറുണ്ട്, ഓരോരുത്തരും പറഞ്ഞതുണ്ട്. വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായ പണ്ഡിതന്മാർ നിർവചനം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ നിർവചനം അംഗീകരിച്ചല്ലോ, വിരോധം ഞങ്ങൾക്ക്. ഇനി അതിൽ പറഞ്ഞ ഇസ്തിഗാനത്ത് എന്താ? എപ്പോഴാണ് ഇസ്തിഗാനത്താകുക? അപ്പൊ വാപ്പാണ്ട് വിനയത്തോട് 10 രൂപ വെച്ചാൽ ദുആ ആവോ? ആകൂല. എന്തേ കാരണം? ആ പറഞ്ഞ ഇസ്തിഗാനത്ത് നിങ്ങൾ കേൾക്കി മുസ്ലിയാരെ, ഇത് കേൾക്കി. അത് കേട്ടിട്ട് ചോദിച്ചോളി, നിങ്ങൾക്ക് ചോദിക്കാതെ ഫുള്ള് നിങ്ങൾ ചോദിച്ചോളി. 10 മണി വരെ നിങ്ങൾക്കുള്ള ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇവിടെ ആ ഇസ്തിഗാനത്ത് ഏതാ? ബാപ്പാനോട് ചോദിച്ചാൽ ശിർക്കാവോ? ശിർക്കാവൂല. ഏതാണെങ്കിൽ 10 രൂപ വായ്പ വെച്ചതാണെങ്കിൽ. നേരെ മറിച്ച് അലാവജൽ ഇസ്തിഗാനത്താണെങ്കിലോ നിങ്ങൾ ഒന്നും ചോദിക്കണമെന്നില്ല, അല്ലെങ്കിൽ ശിർക്കാണ്. ഒന്നും ചോദിച്ചില്ലെങ്കിലും ശിർക്കാണ്. ജീവിച്ചിരിക്കുന്നവരോടും ശിർക്ക് തന്നെയാണ്, മരിച്ചവരോടും ശിർക്ക് തന്നെയാണ്. ജിന്നായാലും ശിർക്കാണ്, ഇൻസായാലും ശിർക്കാണ്, മലക്കായാലും ശിർക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ എന്നോട് ചോദിച്ചാലും ശിർക്കാണ്, ഞാൻ നിങ്ങളോട് ചോദിച്ചാലും ശിർക്കാണ്. പിന്നെ എന്തെങ്കിലും നേരത്തെ പറഞ്ഞത് ജീവിച്ചിരിക്കുന്നവരായിക്കൂടാ എന്നൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞത് എന്നോട് ചോദിച്ചാലും ശിർക്ക് തന്നെ, ഞാൻ നിങ്ങളോട് ചോദിച്ചാലും ശിർക്ക് തന്നെ. ആരോട് ചോദിക്കുന്നു എന്നതല്ല, ഏതർത്ഥത്തിൽ ചോദിക്കുന്നു എന്നതാണ് മാനദണ്ഡം. ശരി, ഇനി പറഞ്ഞോളി. ഇവിടെ എല്ലാവർക്കും കാര്യമൊന്നും മനസ്സിലാവണിച്ചിട്ടാണ് ദുആഇന്റെ നിർവചനം എന്ന് ചോദിച്ചത്. കാരണം ഇവിടെ ദുആ, വിളിച്ചു പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു സംഭവം അല്ലാഹു അല്ലാത്തവർക്ക് സമർപ്പിച്ചാൽ അത് ഷിർക്കാണെന്ന് നാളിതുവരെ മുജാഹിദുകൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാറ്ററാണ്. ഇനിയും പ്രസംഗിക്കും. അതിലെ ദുആ എന്ന് പറയുന്ന പദം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന് പ്രമാണബന്ധിതമായി ഒരു ഉദ്ധരണി തരുമോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഒരു നിർവചനം പറഞ്ഞു. ആ നിർവചനത്തിൽ ഞങ്ങൾ തേടുന്ന തേട്ടങ്ങൾ പെടുന്നുണ്ടോ? ഷിർക്ക് മാത്രമേ പെടുന്നുള്ളൂ, അല്ലാത്തതും പെടുന്നുണ്ടോ? നിർവചനം ജാമിയും മാനിയും ആണോ എന്നതാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ആ ദുആഇന്റെ നിർവചനത്തിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിച്ചു. എന്താണ് നിങ്ങൾ പറഞ്ഞ ദുആഇന്റെ നിർവചനം എന്താണ്? വളരെ വിനയത്തോടുകൂടി മേലേക്കിടയിലുള്ള ഒരാളോട് താഴേക്കിടയിലുള്ള ഒരാൾ സഹായം തേടിയാൽ അത് ദുആ ആണ് എന്നാണ് നിങ്ങൾ പറഞ്ഞ നിർവചനത്തിന്റെ അർത്ഥം. ഇത് കൃത്യമല്ലേ? ഞാൻ പറഞ്ഞതല്ല, നിങ്ങളെ കിതാബുള്ളതാണ്. നിങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ? ചോദിക്കട്ടെ. അപ്പോ ഈ നിർവചനം നമ്മുടെ മൗലവി സാഹിബും അംഗീകരിക്കുന്ന ഒരു നിർവചനമാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കാണ്, വിനയത്തോടുകൂടി മേലേക്കിടയിലുള്ള ഒരാളോട് താഴേക്കിടയിലുള്ള ഒരാൾ ചോദിക്കൽ ദുആ ആണെങ്കിൽ എന്റെ ഉപ്പയോട് വിനയത്തോടുകൂടി ഒരു 10 രൂപ ഞാൻ ചോദിച്ചാൽ അത് വിനയത്തോടുകൂടി മേലേക്കിടയിലുള്ള ഒരാളോട് താഴേക്കിടയിലുള്ള ഒരാൾ ചോദിക്കലാണല്ലോ. അപ്പൊ അത് ദുആ ആവേണ്ടതാണല്ലോ. ദുആ ആണെങ്കിൽ ആ തേട്ടം ഷിർക്കല്ലേ നിങ്ങൾ പറഞ്ഞതനുസരിച്ച്? അതിന് ഉത്തരം ഞാൻ പറഞ്ഞു, അപ്പം ഇളകിയിരുന്നു. പിന്നെ ഉത്തരം പറഞ്ഞു. ആയിക്കോട്ടെ മുസ്ലിയാരെ, തക്ബീറൊക്കെ ആ കാലം കഴിഞ്ഞു. ആ കാലമൊക്കെ കഴിഞ്ഞു. അതൊക്കെ പണ്ട് ചെല്ലിന് മുടി വരുന്ന മുമ്പ്. മുടി എന്നപ്പെട്ട തക്ബീറൊന്നും ഇല്ല, അപ്പൊക്കെ കഴിഞ്ഞത്. അവിടെ അതൊന്നും നിർത്തി കാണി. ആ മുടി തന്നെ വിഷയം. മുടി ഭയങ്കര വിഷയമല്ലേ? മുടി വിഷയം അതൊക്കെ. ആയിക്കോട്ടെ. അപ്പൊ മനസ്സിലായി. ഇതാണ് മുസ്ലിയാക്കന്മാർ സംസ്കാരം. കണ്ടങ്ങള്, ഇതാ മുസ്ലിയാക്കന്മാർ സംസ്കാരം. കണ്ട, നാട്ടിൽ തിന്നാൻ കൊടുത്ത് വളർത്തി കൊടുക്കുന്ന മുസ്ലിയാക്കന്മാർ സംസ്കാരം. അത് ആണെന്ന് കാര്യം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് അഹ്ലുസുന്നയുടെ ഒരൊറ്റ പണ്ഡിതൻ, അഹ്ലുസുന്നയുടെ ഒരൊറ്റ പണ്ഡിതൻ ഇലാഹാന്ന് വിശ്വസിച്ചുകൊണ്ട് തേടിയാലേ ദുആ ആവുള്ളൂ എന്ന് എഴുതിച്ചിട്ടില്ല. എവിടെയുമില്ല. നിങ്ങൾ നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിം പച്ച നോണ വെച്ചു വേറെ ലോകത്താരും എഴുതിയിട്ടില്ല. വേറെ നിങ്ങൾ കേക്ക് മുസ്ലിം അല്ലെങ്കിൽ പൊയ്ക്കോളെ ഇവിടുന്ന് കേൾക്കാൻ സമയം പോണേക്ക് പൊയ്ക്കോളി. അല്ലെങ്കിൽ ഇന്ന് കേക്ക് എന്തേ മുടിയനപ്പം എടുങ്ങാറ്? അവിടെ പോയി ചൂടാ. ഇവിടെ മർക്കസ് പോയിട്ട് കള്ള മുടി കൊടുത്ത് മനുഷ്യന്മാരെ പറ്റിച്ചിട്ട് അവിടെ ചൂടാകാം. അപ്പൊ മുടി കൊടുന്ന്, പൊടി കൊടുന്ന്, ചട്ടി കൊടുന്ന്, എന്തെല്ലാം കൊടുന്ന്. അപ്പൊ അത് ഞങ്ങൾക്ക് പറയാൻ പാടില്ല, നിങ്ങൾക്കത് പറയാന്നാ. അതൊക്കെ നിർത്തിക്കാണി.
ആ കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നിങ്ങളെ കിതാബിലുള്ള നിങ്ങൾ പഠിക്കുന്ന കിതാബിൽ പറഞ്ഞ നിർവചനമാണ് പറഞ്ഞത്. ത്വലബുൽ അദ്നാ മിനൽ അഅ്ലാ ശൈഅൻ അലാ വജ്ഹിൽ ഇസ്തികാന എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചോദിച്ചു വാപ്പാണ് ചോദിച്ചാൽ ശിർക്കാവോ? ഞാൻ കൃത്യമായി പറഞ്ഞു നേരത്തെ. വാപ്പാണ് ചോദിച്ചാൽ എപ്പോഴാ ശിർക്കാവാതിരിക്കുക പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഒച്ചപ്പാണ്ടാക്കിയിരുന്നു, നിങ്ങൾ കേട്ടില്ല. എന്നാൽ അതേ ചോദ്യം പിന്നെയും ചോദിക്കുകയാണ്. പിന്നെ ചോദിക്കാൻ ആവശ്യം കേട്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്ന സമൂഹത്തിൽ ഏതിനാണ് ദുആ എന്ന് പരിചയപ്പെടുത്തിയത്. നബിതങ്ങൾ വന്ന് ജബൽ അബീ ഖുബൈസ് എന്ന പർവ്വതത്തിന് താഴെ സഫാ കുന്നിൽ കയറി നബിതങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ത്? യാ അയ്യുഹന്നാസ് ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ. ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം എന്ന് നബിതങ്ങൾ പ്രഖ്യാപിച്ചു. അവിടെയാണല്ലോ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ജനങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, വിജയിക്കാം എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അബൂജഹലും അബൂലഹബും എന്തിനാ പ്രശ്നം ഉണ്ടാക്കിയത്? മുഹമ്മദ് പറഞ്ഞത് പ്രകാരം ഇനിയിപ്പോ വാപ്പായുടെ 10 രൂപ കടം ചോദിക്കാൻ പറ്റൂതല്ലോ എന്ന ബേജാറുണ്ടായിരുന്നുവോ? പരസ്പരമുള്ള 10 രൂപ കടം ചോദിക്കൽ പാടില്ല എന്നാണ് ഇയാൾ പറയുന്നത്. അതിനാണോ പ്രശ്നം ഉണ്ടാക്കിയത്? അതോ അയൽവാസിനടുത്ത് പോയിട്ട് ഒരൽപ്പം അരി തരുമോ, അതല്ലെങ്കിൽ ഗോതമ്പ് തരുമോ, ഈത്തപ്പഴം തരുമോ എന്ന് കടം ചോദിക്കാൻ പാടില്ല, വായ്പ ചോദിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ടായിരുന്നുവോ അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്? അല്ല. നബിതങ്ങൾ അത് പറയുന്നതിന് മുമ്പും പറഞ്ഞതിനു ശേഷവും ലോകത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അത് പാടില്ല എന്നല്ല അതിനർത്ഥം. നേരെ മറിച്ച് അതുവരെയും ലാത്തയോടും ഉസ്സയോടും മനാത്തയോടുമൊക്കെ അവർ ചോദിച്ചിരുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം ഇനി ചോദിക്കാൻ പാടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ലാത്തയോടും ഉസ്സയോടും മനാത്തയോടുമൊക്കെ നബിതങ്ങൾ ഈ പ്രബോധനം ചെയ്യുന്നതിന് മുമ്പ് അവർ ചോദിച്ചിരുന്ന ചോദ്യമുണ്ട്. അതിനി പാടില്ല എന്നാണ് ഈ പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലായപ്പോഴാണ് ഒരു പ്രശ്നം ഉണ്ടാക്കിയത്. അതല്ലേ സത്യം? അല്ലാതെ 10 രൂപ കടം ചോദിക്കാൻ പാടില്ല എന്നാണ് ഈ റസൂല് പറയുന്നത് എന്ന് അബൂജഹലും പറഞ്ഞിട്ടില്ല, അബൂജഹലും മനസ്സിലായിട്ടില്ല, ആർക്കും മനസ്സിലായിട്ടില്ല. എന്നാൽ ലാത്തയോട് ചോദിച്ച ചോദ്യം എന്താ? അത് പാടില്ല, അവർക്ക് മനസ്സിലായി. എന്നാ നബി ഞങ്ങൾ പറഞ്ഞു, അബൂജഹലെ ലാത്തയോട് ചോദിക്കുക, കുഴപ്പമൊന്നുമില്ല, ഇത്രയും കാലം നിന്റെ വിശ്വാസം ലാത്ത ഇലാഹ എന്നല്ലേ, ഇനി ഇവിടെ അങ്ങോട്ട് ഇലാഹ അല്ല എന്ന് വിശ്വസിച്ച് ചോദിച്ചോ, എന്നാ പ്രശ്നമില്ല എന്ന് പഠിപ്പിച്ചെടുത്തോ. ലാത്തയും മുസയും മനാത്തയൊക്കെ ഇലാഹാന്ന് വിശ്വസിച്ചുകൊണ്ട് തേടിയ കുഴപ്പം അത് നിർത്തിയിട്ട് ഇനി മുതൽ ഇലാഹാന്ന് വിശ്വസിക്കാതെ തേടിക്കോ എന്ന് നബി തങ്ങളും പറഞ്ഞിട്ടില്ല. അപ്പൊ അത് തന്നെയാണ് വ്യത്യാസം. ആ ഇസ്തിഖാനത്ത്, ആ വിനയം, അതാണ് ഇവിടെ വിശദമായി പറഞ്ഞത്. ഭൗതികമായ വിനയം, അഭൗതികമായ വിനയം, കാര്യകാല ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലെ വിനയം, അല്ലാത്ത വിനയം, ദൃശ്യമാർഗത്തിലെ വിനയം, അദൃശ്യമാർഗത്തിലെ വിനയം, സാധാരണ വിനയം, അസാധാരണ വിനയം എന്നൊക്കെ നേരത്തെ ആയത്തുകളും ഹദീസുകളും സംഭവങ്ങളും വെച്ചുകൊണ്ട് ഇവിടെ ഉമർ വിശദീകരിച്ചു. അതാണ് അതിന്റെയും മാനദണ്ഡം. അതുകൊണ്ട് ആ നിർവചനം നന്നായി പഠിക്കുക. അതിന്റെ കൂടെ ഒരു കാര്യം കൂടി പഠിക്കുക. ഞാൻ നിങ്ങളോട് തീർത്തു പറയുന്നു, അഹ്ലുസുന്നയുടെ ഒരൊറ്റ പണ്ഡിതൻ ഇക്കാലം വരെ പഠിപ്പിച്ചിട്ടില്ല ഇലാഹാന്ന് വിശ്വസിച്ചുകൊണ്ട് തേടിയാലേ ദുആ ആവുകയുള്ളൂവെന്ന്. അത് എവിടെയുമില്ല. ഒരു വെല്ലുവിളി സ്വയത്തിൽ തന്നെ നിങ്ങൾ ഏറ്റെടുക്കുക, നിങ്ങൾ അത് പഠിക്കുക, അന്വേഷിക്കുക. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയുടെ കിതാബിലല്ലാതെ അതിനപ്പുറത്ത് അഹ്ലുസുന്നയുടെ മുൻഗാമികളായ പണ്ഡിതന്മാരാരെങ്കിലും അവിടെ ഗ്രന്ഥങ്ങളിൽ അത് പഠിപ്പിച്ചിട്ടില്ല. അടുത്ത ചോദ്യം. ഞാൻ എന്റെ ചോദ്യം സുഹൃത്ത് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമാവുമായിരുന്നു. ഞാൻ ചോദിച്ചത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞ നിർവചനം, ദുആഇന് നിങ്ങൾ പറഞ്ഞ നിർവചനം, ഇമാം ബാജൂരിയുടെ നിർവചനം, അതെ, അത് നിങ്ങൾ പറഞ്ഞതുമാണ്, നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എന്ന് ഇവിടെ പറയുകയും സമൂഹം സാക്ഷിയാണ്. നമ്മളെല്ലാവരും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, സഹോദരൻ, നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു. അതെ, എല്ലാവരും അംഗീകരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ആ നിർവചനം മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, വിനയത്തോടുകൂടെ മേലേക്കിടയിലുള്ള ഒരാൾ താഴേക്കിടയിലുള്ള ഒരാളോട് സഹായം തേടിയാൽ അത് ദുആ ആണെന്ന് നിങ്ങളും സമ്മതിച്ചിരിക്കെ എന്റെ ചോദ്യം പ്രസക്തമാണ്. എന്താണ് ചോദ്യം? വിനയത്തോടുകൂടെ ഉപ്പയോട്, കാരണം നിങ്ങളുടെ നിർവചനത്തിൽ മരിച്ചു പോകണമെന്നില്ല, അതുകൊണ്ട് ഉപ്പയോട് വിനയത്തോടുകൂടെ ഒരു 10 രൂപ വാപ്പച്ചി തരുമെന്ന് ചോദിച്ചാൽ അത് ശിർക്കാണോ അല്ലേ, ദുആ ആണോ അല്ലേ? അല്ല എന്ന് ഇവിടെ പറഞ്ഞു. പക്ഷേ എനിക്ക് ചോദിക്കാം, അല്ലാന്ന് മറുപടി പറഞ്ഞല്ലോ. ഈ നിർവചനം ഇമാം ബാജൂരി പറഞ്ഞതാണല്ലോ, അല്ലേ? ഇമാം ബാജൂരി തന്റെ പിതാവിനോട് 10 രൂപയോ ചായയോ ഒക്കെ ചോദിച്ചിട്ടുണ്ടാവുമല്ലോ, അല്ലേ? ഉണ്ടാവും. ആ ഇമാം ബാജൂരി മുശ്രിക്കല്ലല്ലോ. ചോദിക്കാത്തത് കൊണ്ട് എന്തല്ല
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമാം ബാജൂരി പറഞ്ഞ ആ ഇസ്തിഖാനത്ത് എന്താണെന്ന് അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇമാം ബാജൂരി 10 രൂപ ചോദിച്ചാൽ ശിർക്കല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയതുപോലെ നിർവചനം ജാമ്യ അല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇമാം ബാജൂരി അല്ലെന്നാണോ ജാമ്യമല്ലാത്ത നിർവചനമാണോ നിങ്ങളെ കിതാബിൽ നിങ്ങൾ ഓതി പഠിക്കുന്നത്? അല്ല, നിങ്ങൾ പറഞ്ഞ നിർവചനമാണ് ബാജൂരി ഇമാം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞത് ഇമാം ബാജൂരിയുടെ നിർവചനമാണ്. നിങ്ങൾ പള്ളി ദർസിൽ ഓതി പഠിക്കുന്ന കിതാബ് നിങ്ങൾ അംഗീകരിച്ചു എന്നല്ല പറഞ്ഞത്. പിന്നെ ഞങ്ങളെ ബാജൂരി നിങ്ങൾ പറയണ ഈ നിർവചനം നിങ്ങൾ അംഗീകരിച്ചു നിങ്ങൾ പറഞ്ഞില്ലേ? എന്തിനാ സഹോദരൻ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കണേ? സഹോദരൻ എന്തിനാ ശബ്ദം ഉണ്ടാക്കണേ? നിങ്ങൾ സഹോദര ശബ്ദം ഉണ്ടാക്കണ്ട. നിങ്ങൾ പള്ളി ദർസിൽ ഓതി പഠിക്കുന്ന കിതാബിൽ നിങ്ങളുടെ ഇമാം ബാജൂരി ജാമ്യവും മാന്യവുമല്ലാത്ത നിർവചനം പറഞ്ഞു എന്ന് ഈ ആളുകളുടെ മുന്നിൽ പറയുന്നത് നിങ്ങൾക്ക് മോശമാണ്. നിങ്ങളെ ആളുകളുടെ ചെലവിൽ ഇവിടെ ദർസിൽ വന്ന് നിന്നുകൊണ്ട് പഠിക്കുന്നു. ഈ ബാജൂരിയുടെ കിതാബ് നിങ്ങൾ ഓതുന്നു. ആ കിതാബിലുള്ള ഒരു നിർവചനം ജാമ്യവും മാന്യവുമല്ല എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് മോശമാണ്. ഇവിടെ ഈ കൂടിയിരിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരിൽ ഒരാൾക്ക് പോലും എന്താണ് ദുആ എന്ന് മനസ്സിലാകാത്തവരില്ല. വളരെ വ്യക്തമായി ഇവിടെ പറഞ്ഞു, ഉസ്താദെ ദുആർക്കണം എന്ന് പറഞ്ഞാൽ എന്തല്ല, അത് അതിന്റെ താരീഫ് എന്താണ് എന്ന് ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇവിടെയുള്ള സാധാരണക്കാരോട് ഏതെങ്കിലും മുസ്ലിയാർ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾക്കൊക്കെ അറിയാം എന്താണ് ദുആ എന്ന്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച ദുആ ഖുർആനിലുണ്ട്. ആ ദുആ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെന്താണ് സാധാരണക്കാരെ കൺഫ്യൂഷൻ ആക്കുന്നതിന് വേണ്ടി നിങ്ങൾ എടുക്കുന്ന ഒരു അടവ് നയം മാത്രമാണ്. അതുകൊണ്ട് മാന്യമായി ഇവിടെ മറുപടി പറഞ്ഞത് കേൾക്കാത്ത മട്ടിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഈ വലിയ സമയം നഷ്ടപ്പെടുത്തുവാൻ നിങ്ങൾ ഒരിക്കലും മുതിരരുത് എന്നാണ് വളരെ വിനയത്തോടു കൂടി നിങ്ങളോട് പറയാനുള്ളത്. ആ മുജാഹിദ് പ്രവർത്തകന്മാരവിടെ ഇരിക്കുക, സീറ്റിലിരിക്കുക, അവിടെ സദസ്സിലിരിക്കുക. മുജാഹിദ് പ്രവർത്തകന്മാർ സദസ്സിലിരിക്കുക. നമ്മുടെ പരിപാടി അലങ്കോലപ്പെടണം എന്നാണ് ഈ വന്ന ആളുകളുടെ ആഗ്രഹം. നമ്മളതിന് ഒന്നും കൊടുക്കരുത്. ഇവിടെ ഈ സംസാരം വളരെ വ്യക്തമായി ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇമാം ബാജൂരിയുടെ നിർവചനം തെറ്റാണോ, ഇമാം ബാജൂരിയുടെ നിർവചനത്തിൽ പോരായ്മയുണ്ട് എന്നാണ് ഈ മുസ്ലിയാക്കന്മാരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. നമുക്ക് മുജാഹിദീങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രാർത്ഥന എന്നുള്ള സാധാരണ എല്ലാ മുസ്ലിമുകൾക്കും വ്യക്തമാണ്. അദ്ദുആഉൽ ഇബാദ, റസൂൽ ആയത്തോതി പഠിപ്പിച്ചതാണ്. പിന്നെ തങ്ങൾ ചെയ്യുന്ന ശിർക്കിനെയും പ്രാർത്ഥനയെയും അത് പ്രാർത്ഥനയല്ലാതെയാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നിർവചനത്തിന്റെ ആവശ്യം വരുന്നത്. ബാജൂരിയുടെ നിർവചനോട് കൃത്യമായി പറഞ്ഞു. ബാജൂരിയുടെ നിർവചനത്തിൽ പിതാവിനോട് ചോദിച്ചാൽ അത് ശിർക്കാണെന്നാണ് മുസ്ലിയാർ ചോദിച്ചത്. അതിന്റെ അർത്ഥം ബാജൂരിയുടെ നിർവചനം ഞങ്ങളെ പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന നിർവചനത്തിൽ പോരായ്മയുണ്ട്, അത് പള്ളി ദർസിലെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരോട് ചെന്ന് പറയാ. ഇവിടെ മാന്യമായിക്കൊണ്ട് ചോദ്യം ചോദിക്കാനുള്ള അവസരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആളുകൾക്ക് ചോദ്യം ചോദിക്കുക. ഇനി ആളുകളുണ്ട്. മുജാഹിദീങ്ങൾ മറുപടി ഇവിടുന്ന് പറഞ്ഞോളൂ. നിങ്ങൾ ആരും മറുപടി പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ സദസ്സിൽ നിന്ന് അടങ്ങിയിരുന്നാൽ മതി. മാന്യക്കൊണ്ട് ഇവിടെ പിന്നെ ചോദ്യോത്തര സെഷൻ മുന്നോട്ട് പോകും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് മുസ്ലിയാർ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കും. മുസ്ലിയാർ ചോദ്യം ചോദിക്കുന്ന മുസ്ലിയാർ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇമാം ബാജൂരിയുടെ നിർവചനം അത് അഹ്ലുസുന്നത്തിന്റെ, ഇവിടെ ശ്രദ്ധിക്കാം മുസ്ലിയാർ, അഹ്ലുസുന്നത്ത് അംഗീകരിക്കുന്ന നിർവചനമായിട്ടാണ് ബാജൂരി ഭരിച്ചത്. നിങ്ങൾ അഹ്ലുസുന്നയാണെന്നാണ് നിങ്ങളും പറയുന്നത്, ആണല്ലോ. നിങ്ങൾ അഹ്ലുസുന്നയുടെ പുറത്താണോ അല്ലേ? അബാജൂരിയുടെ ഈ നിർവചന പ്രകാരം പിതാവിനോട് ചോദിച്ചാൽ ശിർക്കാകുമെന്നാണല്ലോ നിങ്ങളുടെ വാദം, അല്ലേ? എങ്കിൽ ഈ ബാജൂരി പറഞ്ഞ അഹ്ലുസുന്നയുടെ നിർവചനത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് തെറ്റാണെങ്കിൽ തെറ്റാണ് നിങ്ങൾ പറയണം. ഈ ബാജൂരിയുടെ നിർവചനം ശരിയല്ല എങ്കിൽ ഈ നിർവചനം ശരിയല്ലാത്തത് കൊണ്ട് നിങ്ങൾ വേറെ നിർവചനം കൊണ്ടുവരൂ എന്ന് നിങ്ങൾ തുറന്നു പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വേറെ നിർവചനങ്ങൾ പറയും. ഈ നിർവചനം തെറ്റാണോ അല്ലേ അത് നിങ്ങൾ പറയണം. ഈ നിർവചനം ദുആഇന് അതല്ല ഈ നിങ്ങൾ ഒരു മിനിറ്റ് ഇനി അവരോട് ഇവിടെ നിങ്ങളുടെ ചോദ്യം എന്താ? ദുആക്ക് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദുആക്ക് അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദുആക്ക് ദുആയുടെ താരീഫാണ് നിങ്ങൾ ചോദിച്ചത്. അതാണ് ഇമാം ബാജൂരിയുടെ നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതൻ നിങ്ങളുടെ പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന കിതാബിൽ നിന്ന് അഹ്ലുസുന്നത്തിന്റെ നിർവചനം. നിങ്ങൾ അഹ്ലുസുന്നത്താണോ അല്ലേ? ആണെന്നാണ് നിങ്ങൾ സാധാരണക്കാർ മനസ്സിലാക്കിയിട്ടുള്ളത്, ആണല്ലോ. അഹ്ലുസുന്നത്തിന്റെ നിർവചനം എന്ന് പറഞ്ഞിട്ടാണ് ബാജൂരി നിർവചനം പറയുന്നത്, അല്ലാതെ കേരളത്തിലെ സമസ്തക്കാരുടെ നിർവചനം എന്നല്ല. അഹ്ലുസുന്നയുടെ നിർവചനം. ആ അഹ്ലുസുന്ന, അതുകൊണ്ട് ഞങ്ങൾ നിർവചനം പറഞ്ഞു. ഇനി നിങ്ങൾ വ്യക്തമാക്കേണ്ടത്, അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ് പിതാവിനോട് 100 രൂപ ചോദിച്ചാൽ ശിർക്കാകോ? അത് നിങ്ങൾ ബാജൂരിയോട് ചോദിക്കണം. ബാജൂരി പറഞ്ഞത് അഹ്ലുസുന്നയുടെ നിർവചനമാണ്. ആ നിർവചനത്തിൽ തെറ്റുണ്ടോ ഇല്ലേ? ഒറ്റ അത് പറഞ്ഞു, ചോദ്യം ചോദിക്കല്ല. നിങ്ങൾ പറഞ്ഞോളൂ. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞോളൂ. അവിടത്തെ അതൊന്നും പറയണ്ട. ഞാൻ തെറ്റുണ്ടോ അല്ലേ? അത് തെറ്റാണോ അല്ലേ? ആ നിർവചനം ശരിയാണോ അല്ലേ? ഇവിടെ ദുആഇന്റെ നിർവചനമാണ് ഞങ്ങൾ ചോദിച്ചത്.
അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അത് ആ ദ്വാന്റെ നിർവചനമാണ് ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞത്. നിങ്ങൾ ഒരു നിർവചനം പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞതല്ല, പിന്നെ നിങ്ങൾ പറഞ്ഞു. അഹ്ലുസുന്നയുടെ നിർവചനമായി നിങ്ങളുടെ ഇമാമായ ബാജൂരി പരിചയപ്പെടുത്തി. നിങ്ങൾ അഹ്ലുസുന്നയാണോ? നിങ്ങൾ ബാജൂരി അംഗീകരിക്കുന്നുണ്ടോ? എങ്കിൽ ഞാൻ പറയാണ്, ഞങ്ങൾ അഹ്ലുസുന്നയാണ്. ഇമാം ബാജൂരി മഹാനവറുകൾ എന്തായാലും ഇതുപോലത്തെ ഒരു വിഡ്ഢിത്തം പറയൂല. അതാണ് ഞങ്ങളും പറയട്ടെ, ഒന്ന് കണ്ടിന്യൂ ചെയ്യട്ടെ. ഞാൻ ആ ഇസ്തിഖാനത്തിന്റെ മാന എന്ത് എന്ന് പ്രത്യേകം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. പക്ഷെ നിങ്ങൾ ഇസ്തിഖാനത്തിന് ഒരു അർത്ഥം പറഞ്ഞു. എന്താണ് ആ അർത്ഥം? വിനയം എന്ന അർത്ഥമാണ് നിങ്ങൾ പറഞ്ഞത്. ആ വിനയം എന്ന അർത്ഥം എത്രത്തോളം ആരോഗ്യകരമാണ് എന്നാണ് ഇപ്പോൾ ഞാൻ ചോദിച്ചത്. കാരണം എന്താണ്? വിനയത്തോടുകൂടി ചോദിക്കൽ ദുആ ആകുമെങ്കിൽ അത് നിങ്ങൾ വെച്ച അർത്ഥമാണ്. ഇമാം ബാജൂരി ഇമാം അങ്ങനെ ഒരു നിർവചനം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്ത് എന്നുള്ളത് മറ്റൊരു സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞൊരു അർത്ഥമുണ്ട് അതിന്. ആ അർത്ഥത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്താണ് നിങ്ങൾ പറഞ്ഞ അർത്ഥം? വിനയത്തോടുകൂടി മേലേക്കിടയിലുള്ള ഒരാളോട് താഴേക്കിടയിലുള്ള ഒരാൾ ചോദിക്കൽ എന്നാണ് നിങ്ങൾ പറഞ്ഞ അർത്ഥം. ആ അർത്ഥം കൃത്യമാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, വിനയത്തോടുകൂടെ ഉപ്പയോടൊരു 10 രൂപ തരുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞ നിർവചനത്തിന്റെ ഉള്ളിൽ ഈ ഉദാഹരണം പെടുന്നു. അങ്ങനെ വരുമ്പോൾ അത് ഷിർക്കാണ് ആകേണ്ടത്. പക്ഷെ നിങ്ങൾ തന്നെ ചോദിച്ചപ്പോൾ ഷിർക്കല്ലെന്നും പറയുന്നു. അപ്പോൾ നിങ്ങൾ വെച്ച അർത്ഥം തെറ്റാണ്, അത് കൃത്യമല്ല എന്നാണ് ആ ധ്വനിയിൽ നിന്നും ലഭിക്കുന്നത്. ശരി മുസ്ലിയാരെ, ഞാൻ അർത്ഥം പറഞ്ഞിട്ടേ ഇല്ല. നിങ്ങളർത്ഥം പറഞ്ഞത് നിങ്ങളർത്ഥം ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. മുസ്ലിയാര പറഞ്ഞ വിനയത്തോട് കൂടി ചോദിക്കുക എന്നുള്ളത് ഞാൻ അർത്ഥം പറയാമെന്ന് എനിക്കറിയാതെ. ഇക്ക നിങ്ങൾ പറഞ്ഞ എല്ലാം നിങ്ങൾ പറഞ്ഞ, ഞാൻ അർത്ഥം പറഞ്ഞിട്ടേ ഇല്ല. കാരണം എനിക്കറിയോ നാട് നീ കേട്ടോളൂ ബാക്കി കേൾക്ക്. സാധാരണക്കാർക്ക് ആർക്കും സംശയമില്ല എന്താ ദുആന്ന്. നിങ്ങൾക്കും സംശയമില്ല, പക്ഷെ സംശയം ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ബോധപൂർവ്വം ഞാൻ അർത്ഥം പറയാതുന്നത്. അർത്ഥം പറയാതിരുന്നതാ. അപ്പൊ നിങ്ങൾ അർത്ഥം വെച്ചു, അതിനർത്ഥം ഇങ്ങനെയാകുന്നു പറഞ്ഞിട്ട്. ആ നിർവചനം ജാമിഉം മാനിഉമാണ്. നീ കേട്ടോളി, ആ നിർവചനം ജാമിഉം മാനിഉമാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ബാജൂരി വിഡ്ഢിത്തം പറഞ്ഞിട്ടില്ല. ബാജൂരി പറഞ്ഞ ഹക്കാണ്. ഞങ്ങൾ അഹ്ലുസുന്നയുടെ ആളുകളുടെ പക്കൽ ഇതാകുന്നു ദുആ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് അത് വിഡ്ഢിത്തമല്ല. അപ്പൊ കണ്ടോ, സ്വന്തം ശൈഖന്മാരെ പറ്റി വരെ വിഡ്ഢിത്തം പറയേണ്ടുന്നാൽ വലിയ ഗതികേടല്ലേ? ഇതെന്താ അറിയോ? നിങ്ങൾ വിചാരിച്ച നിർവചനം കിട്ടൂല, എവിടെയും ലോകത്തെവിടെയും കിട്ടൂല. അതാ ഞാൻ ആവർത്തിച്ചു പറഞ്ഞത്. ഇലാഹാന്ന് വിശ്വസിച്ചുകൊണ്ട് തേടിയാലേ ദുആ ആവുള്ളൂ എന്നത് അറബിയിൽ നിങ്ങൾക്ക് ആകെ കിട്ടുന്ന ഒരേ ഒരു കിതാബുള്ളത് നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്തഫയുടെ കിതാബാണ്. വേറെ കിട്ടൂല. നിങ്ങൾ ഏറ്റെടുത്തോളി, വെല്ലുവിളിയായി ഏറ്റെടുത്തോളി. നിങ്ങൾ അന്വേഷിച്ച് പഠിക്ക്, ഉസ്താദന്മാരൊക്കെ ചോദിക്ക്, എവിടെ പോയാലും കിട്ടൂല. ഇത് ഇവിടെ ചില മുസ്ലിയാക്കന്മാർ തട്ടിപ്പുണ്ടാക്കിയ നിർവചനമാണ്. അഹ്ലുസുന്നക്ക് പരിചയമില്ല. ഇനി ആ ഇസ്തിഖാനത്ത് പ്രകാരം ദുആ ആകുമെന്നാണെങ്കിൽ അപ്പൊ വാപ്പാട് ചോദിച്ചാൽ വിനയമല്ലേ? അപ്പൊ ദുആ ആവോ? ആകൂല. എന്തുകൊണ്ട് അറിയോ? ആ ഇസ്തിഖാനത്ത് വേറെ, ഈ ഇസ്തിഖാനത്ത് വേറെ. അതന്നെ ഞങ്ങൾക്ക് വരി. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഇസ്തിഖാനത്തല്ല. ഏത്? ഇലാഹാന്ന് വിശ്വസിച്ചാലാണ് ഇസ്തിഖാനത്ത് എന്നുള്ളത് ലോകത്തെവിടെയും പറഞ്ഞിട്ടില്ല. അതാ വ്യത്യാസം. കാരണം ദുആയിൽ ഇസ്തിഖാനത്തുണ്ട്, ദുആയിലൂടെ ഇസ്തിഖാനത്തുണ്ട്. ഖുർആൻ പഠിപ്പിച്ചതാണ്. ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയാ. ഖുർആൻ പഠിപ്പിച്ച സൂറത്തുൽ അറാഫ് 54-ാമത്തെ ആയത്ത്. ഉദ്ഉ റബ്ബക്കും തളർറുഅൻ, റബ്ബിനോട് നിങ്ങൾ തേടണം. എങ്ങനെ? തളർറുഅൻ, വിനയത്തോടുകൂടി. ആ വിനയമാണ് ബാജൂരി പറഞ്ഞ ഇസ്തിഖാനത്ത്. ആ വിനയമാവാൻ ഇലാഹാണെന്ന് വിശ്വസിക്കണമെന്നുണ്ടോ? അതേപോലെ ലോകത്താരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ വിനയമാവാൻ ഉദ്ഉ റബ്ബക്കും തളർറുഅൻ എന്ന് പറഞ്ഞ തളർറു ആകണമെങ്കിൽ, വിനയമാകണമെങ്കിൽ ഇലാഹാണ് എന്ന് വിശ്വസിക്കണം എന്ന് ലോകത്ത് അഹ്ലുസുന്ന എവിടെയും പറഞ്ഞിട്ടില്ല. അഹ്ലുസുന്ന പറയാത്ത ഒന്ന് നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ അയാൾ അറബി പുസ്തകത്തിന് വ്യാജമായി എഴുതി ഉണ്ടാക്കി. തഫ്സീർ അബു സഊദിൽ നിന്ന് കട്ടുമുടിച്ചു കൊടുത്തുന്നിട്ട് എന്നിട്ട് അതിനെ സ്ഥാനത്ത് സ്ഥാപിക്കാൻ ശ്രമിച്ചു. അവിടുന്ന് ഇത് ഉണ്ടായിരുന്നത്. അതല്ലാതെ അഹ്ലുസുന്നയുടെ കിതാബിൽ നിന്നല്ല. അതുകൊണ്ട് ഇനിയെങ്കിലും മുസ്ലിം സമുദായത്തോട് പറയരുത് ഇലാഹാന്ന് വിശ്വസിക്കാൻ ഞാൻ ശിർക്കാവൂല എന്ന് പറയരുത്. ഇലാഹാന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുള്ളൂ, സ്വയം കഴിവ് വിശ്വസിച്ചാലേ ശിർക്കാവുള്ളൂ. അത് നമ്മളെ മൗലൂദൊന്നും ശിർക്കല്ല എന്ന് ദയവ് ചെയ്ത് പ്ലീസ് നിങ്ങൾ പറയരുത്. അതല്ലെങ്കിൽ നിങ്ങൾ തെരഞ്ഞുപിടിച്ച് കൊണ്ടുവരി ഒരു ഇബാദത്തെങ്കിലും നിങ്ങൾ തെരഞ്ഞുപിടിച്ച് കൊണ്ടുവരി. ഇലാഹാന്ന് വിശ്വസിച്ചുകൊണ്ട് തേടിയാലേ ദുആ എന്ന് പറയുകയുള്ളൂ എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ ആവർത്തിച്ച ഒരു മനുഷ്യനെ അഹ്ലുസുന്നയിൽ ലക്ഷക്കണക്കായ പണ്ഡിതന്മാരുണ്ട്. അഖീദ പഠിപ്പിക്കാൻ കിതാബ് എഴുതിയ പണ്ഡിതന്മാരുണ്ട്. ലക്ഷക്കണക്കായ പണ്ഡിതന്മാരിൽ ഒരു പണ്ഡിതനെങ്കിലും ഇന്ന് സമസ്തക്കാർ പ്രചരിപ്പിക്കുന്ന ഈ വാദം, ഈ വിശ്വാസം രേഖപ്പെടുത്തി വെച്ച ഒരാളെ ഷിയാക്കളല്ലാതെ കിട്ടൂല. ഷിയാക്കളെ വെച്ചു ഖുമൈനി പറഞ്ഞിട്ടുണ്ട്, അയാളുടെ പുസ്തകത്തിലുണ്ട്. ഷിയാക്കൾ ഒരുപാട് പുസ്തകത്തിലുണ്ട്.
അതിന് സൂഫികൾ ഏറ്റെടുത്തു, അത് സമസ്തക്കാർ ഏറ്റെടുത്തു എന്നല്ലാതെ അഹ്ലുസുന്നയുടെ ഒരു കിതാബിൽ ഇല്ലേ ഇല്ല. ആവർത്തിച്ച് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇനി ബാജൂരി പറഞ്ഞ നിർവചനത്തിൽ സംശയമുണ്ടോ? നിങ്ങൾ ചെയ്യേണ്ടത് ബാജൂരിയോട് ചോദിക്കുക. ബാജൂരിനോട് ചോദിക്കാൻ, ഉസ്താദ് നിങ്ങളാ പറഞ്ഞത് ശരിയല്ലോ, നിങ്ങളാ കിതാബിൽ ശരിയല്ലോ, നിങ്ങൾ എഴുതി പ്രകാരമാണെങ്കിൽ ബാപ്പായോട് 10 രൂപ ചോദിക്കാൻ പറ്റില്ലല്ലോ എന്ന് ബാജൂരിയോട് നിങ്ങൾ ചോദിക്കുകയാണ് ഇനി വേണ്ടത്. ഞങ്ങൾ ഇന്ന് വിശദീകരണം കൊടുത്തിട്ടില്ല, ഞങ്ങൾ അർത്ഥം പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അറബി മാത്രം പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്നു. നിങ്ങളാണ് അതിന് ആദ്യമായി ആ നിർവചനത്തിന്റെ അർത്ഥം ഇങ്ങനെയാകുന്നു എന്ന് നിങ്ങളാണ് അർത്ഥം വെച്ചത്. ഞങ്ങൾ ആ നിർവചനത്തിന് മൊത്തം അർത്ഥം വെച്ചിട്ടേ ഇല്ല. ഇനി വെച്ചാലും ബേജാറുമില്ല, വേറെ കാര്യം വെക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ദുആ എന്താ തീരാനല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ് ആവർത്തിക്കുന്നു, ഉസ്താദെ ദ്വാരിക്കി എന്ന് പറയുമ്പോൾ ഏതാണോ ദുആ, അത് നിങ്ങൾ എന്ത് നിർവചനം പറഞ്ഞാലും വേണ്ടില്ല, എന്ത് നിർവചനം പറഞ്ഞാലും വേണ്ടില്ല. ഉസ്താദെ നിങ്ങൾ ദ്വാരിക്കി, എന്റെ കുട്ടിക്ക് സുഖമില്ല, അല്ലെങ്കിൽ വാപ്പാക്ക് സുഖമില്ല, ഉമ്മാക്ക് സുഖമില്ല, അല്ലെങ്കിൽ ജോലി ശരിയാകണില്ല, ഒരു സമ്പത്തിന് ബുദ്ധിമുട്ടുണ്ട്, കച്ചവടത്തിന് പ്രയാസമുണ്ട്, നിങ്ങൾ ദ്വാരിക്കി പ്രാർത്ഥിക്കി എന്ന് പറഞ്ഞാൽ ഏതാണോ നിർവഹിക്കുന്ന ദുആ, ഏതാണോ നിങ്ങൾ നിർവഹിക്കുന്ന പ്രാർത്ഥന, ആ തേട്ടം, ആ അർത്ഥന, ആ സഹായാർത്ഥന റഹ്മാനായ റബ്ബിനോട് മാത്രം. അവിടെ റബ്ബല്ലാത്തവരേക്ക് പോയാൽ അവർ ഇലാഹാന്ന് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും, സ്വയം കഴിവുണ്ട് വിശ്വസിച്ചാലും കൊടുത്ത കഴിവെന്ന് വിശ്വസിച്ചാലും, ഏത് വിശ്വാസം വെച്ചാലും ശരി, റബ്ബല്ലാത്തവരേക്ക് പോയാൽ ശിർക്കാണ്. അതുകൊണ്ട് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, ഫലാ തദ്ഉ നിങ്ങൾ ദുആ ചെയ്യരുത് മഅല്ലാഹ് അല്ലാഹുവിന്റെ കൂടെ അഹദൻ ഒരാളോടും. ജിന്നിനോടും പറ്റൂല, ഇൻസിനോടും പറ്റൂല, മലക്കിനോടും പറ്റില്ല, ജീവിച്ചവരോടും പറ്റില്ല, മരിച്ചവരോടും പറ്റില്ല, ഒരാളോടും പറ്റില്ല. ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. നബിയോട് അല്ലാഹു തആല പ്രഖ്യാപിക്കാൻ പറഞ്ഞു, കുൽ, നബിയെ പ്രഖ്യാപിക്കണം, ഇന്നമാ അദ്ഉ റബ്ബി, തീർച്ചയായും ഞാൻ ദുആ ചെയ്യുന്നത് എന്റെ റബ്ബിനോട് മാത്രമാണ്. വലാ ഉശ്രികു ബിഹി അഹദാ, ആ റബ്ബിൽ ഒരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കണം നബിയെ എന്ന് സൂറത്തുൽ ജിന്നിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നു. അല്ലാഹു അക്ബർ. പിന്നെ ജിന്നിനോട് തേടാൻ പാടില്ല ഇടക്കിടക്ക് ഇങ്ങനെ പറയുന്നത്. നമുക്ക് അങ്ങനെ ജിന്നിനോട് പ്രത്യേക ഇഷ്ടമൊന്നുമില്ല. ഇഷ്ടമുണ്ട്, നമുക്കില്ല. ഉണ്ട്. നിങ്ങളെ പിന്നെ ജിന്നിന്റെ പേരിലാണല്ലോ പുറത്താക്കിയത്. മുജാഹിദിന്റെ ഔദ്യോഗിക വിഭാഗത്തിൽ നിന്ന് നിങ്ങളെ പുറത്താക്കിയതിന്റെ പേരിലാണ്. നിങ്ങൾ വിഷയം കാലിക്ക് മീൻ മുടിച്ചേണ്ട ആവശ്യമില്ല. വിഷയം ഇടക്കിടക്ക് നമ്മളെ വിഷയം ദ്വാണ്. ബേജാറൊന്നുമില്ല നമുക്ക്. എന്ത് ബേജാറ് അല്ല റമാസ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കി, ദ്വാന്റെ നിർവചനം ബാജൂരി പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുന്നു പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഞങ്ങളതിന് അർത്ഥം പറയില്ല, ഞങ്ങളതിന് പറയില്ല. ദ്വാന്റെ അർത്ഥം നിങ്ങൾക്ക് തന്നെ അറിയാം, ഞങ്ങൾക്ക് പലതും അറിയും. അതല്ല അവിടെ വിഷയം. ഞങ്ങൾക്ക് അറിയണ വിഷയം നിങ്ങൾ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ മുഖാമുഖം അപ്പൊ നിങ്ങൾ വരേണ്ടി, അപ്പൊ നമ്മൾ പറഞ്ഞുതരും. വിഷയം അതല്ല. നിങ്ങൾ ആയിരക്കണക്കിന് ആയത്തുകൾ ഓതി ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആയത്തിൽ മൊത്തമുള്ളത് ദുആ എന്നുള്ള പദ. ഈ ദുആന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോ ആധികാരികമായ ഒരാളെ പറയാനില്ല. നിങ്ങൾ ആകെ പറഞ്ഞ ബാജൂരിയ, അത് നിങ്ങളെ അഹ്ലുസുന്നല്ലേ, നിങ്ങളെ ആളല്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തള്ളാൻ നോക്കി. നേരത്തെ മറ്റേ കാക്ക പറഞ്ഞെന്താ, ദുആന്റെ നിർവചനം ഹദീസ് തന്നെ ഉണ്ട് എന്നാ പറഞ്ഞത്. എവിടെ ഹദീസ്? അതാ ഹദീസ്, അതാ ദുആന്റെ നിർവചനം. ഞാൻ പറയാം, എന്നാ ഫൈസൽ മൗലവി പറയട്ടെ, ഹദീസിലുണ്ട് എന്നാ മുപ്പര് പറയും. എന്നാ ഹദീസ് ഉദ്ധരിക്ക്. ബാജൂരി നമ്മൾ ഒഴിവാക്കി. നിങ്ങൾക്ക് ഏതായാലും അതിന് അർത്ഥങ്ങൾ പറയണില്ലല്ലോ, എന്നാ ഹദീസ് ഉദ്ധരിച്ചാളെ. ബാജൂരി പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ശരിക്കും അതിന് അർത്ഥം വായിച്ച് പറയാം. അല്ലെങ്കിൽ ബാജൂരിനെ തള്ളാം. ബാജു തള്ളാൻ പറ്റൂല, ബാജു സ്വന്തം ആളാ. നിങ്ങളെ പിടിക്കാൻ ഏറ്റവും നല്ല സാധനം ബാജൂരിയാ. ആഹാ, ബാജു തള്ളൂല, നിങ്ങൾക്ക് ബാജു തള്ളി കിട്ടണേ. ബാജു തള്ളാൻ പറ്റില്ല. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഷെയ്ഖുൽ ഇസ്ലാം സമസ്ത പരിചയപ്പെട്ട ആളാ ബാജൂരി. അതങ്ങനെ തള്ളാൻ പറ്റുമോ? നിങ്ങൾക്കിത് ഇടങ്ങാറാ. എന്നിട്ട് ഞാൻ തള്ളി കിട്ടണം. ഞാൻ പറഞ്ഞ ഖുർആനും ഹദീസിന്റെ ശൈലി അല്ല നിർവചനം പറയൽ. എന്നാൽ ദുആ എന്ത് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഹദീസ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതാ പറഞ്ഞത്. ജിന്നിനോട് സ്നേഹം എന്താ അറിയോ? കുത്തുബേത്ത് 15 ജിന്നുകളെ പേരാ കുത്തുബേത്തിന്. കുത്തുബേത്ത് ചൊല്ലണമെങ്കിൽ 15 ജിന്നിനെ വിളിക്കണം. മദ്ഹബ് വതംറയാൻ വഹസ്തശ്ലഹ് കൂസ് മുതൽ സൗബഅ വമൈമൂൻ. ആരാ ഇവരറിയോ? അല്ലദീന അഹദുല്ലാഹ വനബിയഹു സുലൈമാൻ അലൈഹിസ്സലാം. സുലൈമാൻ നബിയോട് ബൈഅത്ത് ചെയ്ത ജിന്നൗലിയാക്കന്മാർ. കണ്ടാ, അത് പറഞ്ഞൊക്കെ പറഞ്ഞല്ലോ, എല്ലാം പറയാം ഇൻഷാ അല്ലാഹ്. ജിന്നൗലിയാ നിങ്ങൾ ചോദിച്ചെന്താ പറയണ്ടേ? ചോദ്യം ഒരു വരി ഉണ്ടാവുള്ളൂ, ഉത്തരം ചിലപ്പോൾ ഒരു എസ് ചെയ്തിട്ടില്ലേ. അപ്പൊ യഥാർത്ഥത്തില് കുത്തുബിയത്തിന് പറയാ, കുത്തുബിയത്ത് ചൊല്ലണമെങ്കിൽ 15 ജിന്നൗലിയാക്കന്മാരെ പേര് പറഞ്ഞിട്ടാ കുത്തുബിയത്തിലുള്ളത്. അപ്പൊ ജിന്നിനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ട് നമുക്കറിയാം. അത് മാത്രമൊന്നല്ല, വേറെ എത്ര സ്ഥലത്തുണ്ട് അറിയോ. അപ്പൊ ജിന്ന് വിഷയം നമുക്ക് പറയണോ, ഒരു ബേജാറില്ല, നമുക്കത് പറയാൻ സന്തോഷമേ ഉള്ളൂ. കാരണം ജിന്ന് പറഞ്ഞാൽ വേറെ ചില മനുഷ്യന്മാർക്കും തിരിഞ്ഞോളൂ, ആ ലാഭം ഞങ്ങൾക്കുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, പറയണമെങ്കിൽ പറയാം, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളിവിടെ തീർത്ത് പറയുന്നു, ബാജൂരി പറഞ്ഞ ദുആ തന്നെയാണ് അത് നിർവചനം. കാരണം എന്താ? മആശിരി അഹ്ലിസുന്ന, അഹ്ലുസുന്നയുടെ തഅരീഫ് എന്ന് പറഞ്ഞത്. അഹ്ലുസുന്നയുടെ തഅരീഫ്, ഷിയാക്കളുടെ തഅരീഫിൽ എന്തുണ്ട്? ഇലാഹാന്ന് വിശ്വസിക്കണം എന്നാലേ ദുആ ഉള്ളൂ. ഖാലിഖാന്ന് വിശ്വസിക്കണം എന്നാലേ ദുആ ഉള്ളൂ. അത് ഷിയാക്കളുടെ തഅരീഫാണ്. അതാ സമസ്തന്റെ തഅരീഫ്. അതാ നെല്ലിക്കുത്ത് മുസ്ലിയാരെ കൊണ്ടുവന്ന് എന്തെങ്കിലും മിണ്ടാത്തത് നിങ്ങൾക്ക് പറയാൻ ബേജാറുണ്ടല്ലേ?
അതേസമയം അഹ്ലുസുന്ന നിർവചനം എന്താ? അതാ ബാജുരി പറഞ്ഞത്, ത്വലബുൽ അദ്നാ മിനൽ അഅ്ലാ ശൈഅൻ അലാ വജ്ഹിൽ ഇസ്തികാനതി എന്ന് പറഞ്ഞത് കൊണ്ടാണ്. അത് തന്നെയാണ് മുല്ലാ അലിയുൽ ഖാരിയുടെ മിർഖാത്തില് അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചത്. അപ്പൊ അതുകൊണ്ട് അതാണ് നിർവചനം. ഞങ്ങളെ സംബന്ധിച്ച് നിർവചനം ആവശ്യമില്ല. നിർവചനം ആവശ്യം നമുക്ക് നേരത്തെ അറിയാം ദുആ എന്താന്നുള്ളത്. ദുആ പഠിക്കാൻ ഞങ്ങൾ നിർവചനം പഠിച്ചിട്ടല്ല പോയത്. നമ്മൾ ചെറുപ്പം മുതലേ പെറ്റുവീണ മുതലേ ഈ വിഷയത്തിൽ വളർന്ന മനുഷ്യന്മാർ മുഴുവൻ മുജാഹിദ് പ്രസ്ഥാനത്തിലെ മനുഷ്യന്മാരൊക്കെ അവർ ദുആ കണ്ടും കേട്ടും ജീവിതത്തിൽ പാലിച്ചും പോകുന്നത് തന്നെയാണ്. എന്നെ പോലത്തെ ഇടക്കാഴ്ച പിന്നെ കയറിയൊന്നും തന്നെ വലിയാത്തുണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ജനിച്ചതേ മുതൽ തന്നെ ഈ ദുആന്റെ എല്ലാ വശവും മനസ്സിലാക്കി പോകുന്നവരാണ്. അടുത്ത് നിർവചനം പഠിച്ചിട്ടല്ല നമ്മളാരും ദോഹരിക്കാൻ തുടങ്ങിയത്. കിതാബ് നോക്കി നിർവചനമൊക്കെ പഠിച്ച് തട്ടിച്ച് നോക്കിയിട്ട് അതിനിഷ്ടമുള്ള ഒന്നെടുത്ത് ഇനി നമുക്ക് ദോഹരിക്കാം അത് തുടങ്ങിയതല്ല. രാവിലെ എണീക്കും അൽഹംദുലില്ലാ അല്ലദീ അഹ്യാന അവിടുന്ന് ആരംഭിക്കാൻ ദുആ. അപ്പൊ അതുകൊണ്ട് ഇതെന്താ പറയുക, മൂലമാർക്ക് വെച്ചാൽ നിർവചനം ചോദിച്ചാൽ ഇങ്ങനെ ഉറ്റിപ്പറ്റി ഇതങ്ങാണ്ട് ആടന്മാർക്ക് മനസ്സിലാവാതെ പോകണം. അതിനാണ് അതാ ഞാൻ തീർത്തു പറഞ്ഞത്. നിങ്ങൾ പച്ചയായി ശിർക്ക് ചെയ്യുന്നുണ്ട്, ഒരു സംശയം ഞാൻ കേൾക്കില്ല. ഈ മൗലിദ് കിതാബിൽ നൂറുകണക്കിന് ശിർക്കൻ വിശ്വാസങ്ങൾ, നൂറുകണക്കിന് കെട്ടുകഥകൾ, അള്ളാന്റെ സിഫത്തുകൾ അതേപോലെ ശൈഖന്മാർക്ക് വകച്ചു കൊടുത്തത്, അള്ളാന്റെ വിശേഷങ്ങൾ അതേപോലെ ഇതിൽ വകച്ചു. എന്നിട്ട് ചോദിക്കാൻ എന്താ നിർവചനം? ഇനി നിർവചനങ്ങൾ പോയിട്ട് പഠിച്ചോളി ബാക്കി. പക്ഷേ ഈ വക പച്ച ശിർക്ക് മുസ്ലിം സമുദായം ചെയ്യുക എന്തെല്ലാം പഠിപ്പിച്ചോളൂ. റഹ്മാനായ റബ്ബിനെ പറ്റി അല്ലാഹ് പറയുന്നത് ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അതൊരു വസ്തുവിനോട് കുൻ എന്ന് പറഞ്ഞാൽ അതുണ്ടാകും. ആ അള്ളാഹിനെ പറ്റി അല്ലാഹ് പറഞ്ഞ എന്താ? വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹുക്ക് തുല്യനായ ആരുമില്ല. ഇഫഴിമാലിലോ വല്ലൊരു വസ്തുവിനെ കുന്നെന്ന് ചൊല്ലുകിൽ ബിരികെ ഉരുവാകുമെന്ന് പറഞ്ഞോവാ. ഏതെങ്കിലും വസ്തുവിനോട് കുൻ എന്ന് റിഫായി ശൈഖ് പറഞ്ഞാൽ അതങ്ങനെ ഉണ്ടാകും. ഇത് ശിർക്കാന്ന് പറഞ്ഞപ്പോ നിർവചനമാണോ? അത് നിർവചനം അറബി കിതാബ് വായിച്ചിട്ടാണോ? ഏത് മന്ദബുദ്ധിയാക്കും തിരിയും. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ എത്ര വിഷയം എന്നറിയോ? യാസീൻ സൂറയിൽ, അൽ കഹ്ഫ് സൂറയിൽ, ലുഖ്മാൻ സൂറയിൽ അള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്തിയ വിശ്വാസങ്ങൾ നേരത്തെ പറഞ്ഞ യാസീൻത്തിലാണ്. ലുഖ്മാനിലും അൽ കഹ്ഫിലും പറഞ്ഞെന്താ? അല്ലാഹു തആലയുടെ മഹത്വം പറഞ്ഞപ്പോൾ ഈ ഭൂമിയിലെ മുഴുവൻ മരങ്ങളും പേനയാക്കി. വലൗ അന്ന മാ ഫിൽ അർളി മിൻ ശജറത്തിൻ അഖ്ലാം വൽ ബഹ്റു യമുദ്ദുഹു, മരങ്ങൾ പേനയാക്കി കടല് മഷിയാക്കി എന്നിട്ട് എഴുതിയാലും മാനഫിലത്ത് കലിമാത്തുല്ലാഹ് എന്ന സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹിന്റെ കലിമത്ത് അവസാനിക്കില്ല. ഇവിടെ പറഞ്ഞ എന്തറിയോ? മരങ്ങൾ കാലമായും ബഹ്റമയ്യാകിലും മട്ട് ഫേടാദവർ ഫോരീഷ എന്നോവർ. അല്ലാഹു അക്ബർ. അതാ വേണ്ട. ഇനി മൊയ്തീൻ ശൈഖ് അക്ബർ പറയുന്നത് അല്ലാഹു അക്ബർ എന്ന് പറയും. മരങ്ങൾ കലമായി ബഹർ മഷിയുമായി എന്നാലും ശൈഖിന്റെ പോരിശ അവസാനിക്കൂല. അപ്പൊ ഈ രൂപത്തിൽ പച്ച ശിർക്ക് സമുദായത്തെ കൊണ്ട് ചെയ്യിക്കുക. ലോകത്ത് എവിടുന്ന് വിളിച്ചാലും കേൾക്കുന്നു പറയാം, ഏത് ഭാഷയിൽ വിളിച്ചാലും കേൾക്കുന്നു പറയാം, ഓടി എത്തുമെന്ന് പറയാം, സഹായിക്കുന്നു പറയാം. എന്നിട്ട് ഇതൊക്കെ ന്യായമാണോ ചോദിക്കുമ്പോ എന്താ നിർവചനം, എന്താ തൈരീഫ് എന്നാ? ഇത് കണ്ടോ മൊയ്തീൻ ശൈഖിനെ പറ്റി പഠിപ്പിച്ചതൊക്കെ കേക്ക് ഇങ്ങനെ കേൾക്കുള്ളൂ. അതുകൊണ്ടാ പറഞ്ഞത് നിങ്ങളെ പിന്നെ കിട്ടില്ല നമുക്ക്. ഭൂമിയിൽ എത്ര സസ്യങ്ങളുണ്ട് എനിക്കറിയാം, ഭൂമിയിൽ എത്ര മണൽത്തരികളുണ്ട് എനിക്കറിയാം. അള്ളാന്റെ ഇൽമ് എനിക്കറിയാം കേട്ടോ, അള്ളാന്റെ ഇൽമ എനിക്കറിയാം, സമുദ്രത്തിലെ തിരമാലകളുടെ എണ്ണം എനിക്കറിയാം. ഈ നിലയ്ക്കുള്ള പച്ച ശിർക്ക് എഴുതി പഠിപ്പിച്ച് സമൂഹത്തെ കൊണ്ട് ചെയ്യിക്കുക. കണ്ട ജാനത്തിന് മുഴുവൻ കൊണ്ടുപോവുക, ഉള്ള പാട്ടും പേത്ത് മുഴുവൻ പാടിക്കുക, ഈ പച്ച ശിർക്ക് ചെയ്യിക്കുക. ഇത് ശിർക്കാന്നാണ് പറയുമ്പോ ഹൈ നിർവചനം എന്താ, തരീഫ് എന്താ? നിങ്ങളെ തരീഫ് കൊണ്ട് പുഴുകി തന്നോളി. ഈ മുസ്ലിം ഉമ്മത്തിനെ ഈ ശിർക്ക് ചെയ്യിക്കരുത് എന്നാ സൂചിപ്പിക്കാനുള്ളത്. സഹോദരങ്ങളെ, എല്ലാവരും നിശബ്ദമായിരിക്കുക. ഇവിടെ ഉസ്താദുമാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയുവാൻ നമുക്ക് സാധിക്കുമല്ലോ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ. ഇത് കേൾക്കാനുള്ള താല്പര്യമുള്ള ആളുകൾ സാഗൂതം ശ്രദ്ധയോടുകൂടി കേൾക്കുന്നുണ്ട്. കാര്യങ്ങൾ വിശദീകരിക്കപ്പെടുമ്പോൾ അസ്വസ്ഥരാകുന്നത് ഏതാനും ചില ആളുകൾ മാത്രമാണ്, വിരലിലെണ്ണാവുന്ന ആളുകൾ. ഇതിന് ചുറ്റുപാടുമുള്ള എല്ലാ ആളുകളും സശ്രദ്ധം കേട്ടുകൊണ്ടിരിക്കുന്നു. സഹോദരനെ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഉടനെ ആകാവുന്നതാണ്. സഹോദര, ചോദ്യം ഉണ്ടോ? ചോദ്യം ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. മൈക്ക് കൊടുക്കും. ബാക്കിയുള്ള ആളുകൾ അനങ്ങാതിരുന്നാൽ മതി. ചോദ്യം ചോദിച്ചോട്ടെ. ഇവിടെ ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് പൂർണ്ണമായും അവസരം തരുന്നുണ്ട്. മറുപടി എങ്ങനെ പറയണം എന്നുള്ളത് അവിടുന്ന് തീരുമാനിക്കുന്നത് ശരിയല്ലല്ലോ.
അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ദയവ് കവലപ്രസംഗം നടത്താതെ ഞാൻ ചോദിച്ച സഹോദര, നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി കിട്ടും. അതെ. അത് എങ്ങനെ പറയണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. പക്ഷെ അതൊരു അരമണിക്കൂർ ചോദ്യം വളരെ ലളിതമല്ലേ? ചില ചോദ്യങ്ങൾക്ക് ദീർഘമായി ഉത്തരം പറയേണ്ടി വരും. ഇക്കോലത്തിലാവുമ്പോൾ സമൂഹത്തിൽ മനസ്സിലാവും മറുപടി ആയിക്കോട്ടെ, അത് ജനം വിലയിരുത്തട്ടെ. നിങ്ങൾ ചോദ്യം ചോദിക്കൂ. സഹോദരൻ ചോദ്യം ചോദിക്കും, ജനം വിലയിരുത്തിക്കോട്ടെ. അവരെ സ്വതന്ത്രമായി വിടൂ. അവരെ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് മൈക്കുള്ളത്. മേടിക്കുന്നത് ചോദ്യം കഴിയുമ്പോഴാണ്. ചോദ്യം കഴിയുമ്പോൾ മൈക്ക് മേടിക്കും. പക്ഷെ ഇടപെടാനുള്ള നിങ്ങൾ ചോദ്യം ചോദിക്കൂ സുഹൃത്തെ, ചോദ്യം ചോദിക്കും. ആയിക്കോട്ടെ. ഇപ്പോ ഇവിടെ മാല മൗലിദ് മറ്റു തേട്ടങ്ങൾ അതെല്ലാം ഇൻഷാ അല്ലാഹ് ഈ പരിപാടി കഴിഞ്ഞ് ഉടനെ ഞാൻ റെഡിയാണ്, ഫൈസൽ മൗലവി റെഡിയാണെങ്കിൽ ഇപ്പൊ തന്നെ ചർച്ച ചെയ്യാം. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാനാണ് നിങ്ങൾ ഇവിടെ വന്നത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ നിർവചനത്തിന് ഇസ്തിഖാനത്തിന് നിങ്ങൾ വെച്ച അർത്ഥം വിനയം എന്നതാണ്. അത് റെക്കോർഡ് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. സഹോദര, ഇനി പോട്ടെ, വിനയം ഒരു മിനിറ്റ് കേൾക്കി. ഇവിടെ ആദ്യം നിങ്ങൾ താരീഫ് ചോദിച്ചു. ഇവിടുന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഫൈസൽ മൗലവി ബാജൂരിയുടെ താരീഫ് അറബി മാത്രം വായിച്ചിരുന്നു. അപ്പോഴാണ് ഈ സഹോദരൻ തന്റെ സ്വന്തം വായ കൊണ്ട് അതിന് ഓരോ ലഫ്ലും ബിൽ ലഫ്ല് പിന്നെ അർത്ഥം വെച്ചത്. നിങ്ങളല്ലേ അർത്ഥം വെച്ചത്? പിന്നെ എന്തിനാ ആളുകളെ തെറ്റിദ്ധരിക്കുന്നത്? നിങ്ങളാണ് ആദ്യമായിട്ട് അർത്ഥം വെച്ചത്. ആ റെക്കോർഡ് പരിശോധിക്കാം ഇൻഷാ അല്ലാഹ്. യാതൊരു തർക്കവും വേണ്ട. ആദ്യമായിട്ട് സഹോദര, വിനയം എന്നുള്ള അർത്ഥം തന്നെയാണ് ഞങ്ങൾ പറഞ്ഞല്ലോ. ചോദിച്ചോ അർത്ഥം തന്നെയാണെന്ന് ഈ പ്രസംഗിക്കുന്ന മൗലവി പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഞാനൊരു ചോദ്യം ചോദിച്ചു. ഉദാഹരണം, വിനയത്തോടുകൂടി മേലയിലുള്ള ഒരാളോട് താഴേക്കിടയിലുള്ള ഒരാൾ ചോദിച്ചാൽ ദുആ ആകുമെന്ന അർത്ഥം കൃത്യമാണെന്ന് നിങ്ങൾ സമ്മതിച്ചു. ഇനി അവിടെ ഒരു മറ്റേത് വർത്തമാനം പറയാൻ നിൽക്കരുത്. കാരണം എന്താണ്, സമ്മതിച്ചു, അർത്ഥം സമ്മതിച്ചു. ഇനി ഞാൻ ചോദിക്കും, വിനയത്തോടുകൂടി ഉപ്പയോട് 10 രൂപ ചോദിച്ചാൽ അതും നിങ്ങളുടെ അർത്ഥപ്രകാരം അപ്പൊ ബാജൂരി ഇമാമിന്റെ ഈ നിർവചനം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു. അതെ, ഞങ്ങൾ ഈ അർത്ഥം അംഗീകരിക്കുന്നുണ്ടല്ലോ എന്നുള്ള വിനയം എന്ന അർത്ഥം നിങ്ങൾ വെച്ച നിങ്ങൾ ആദ്യം പറഞ്ഞു. നിങ്ങളാണ് ലഫ്ലും ബിൽ ലഫ് ആദ്യം പറഞ്ഞത്. ആ അർത്ഥം ഞങ്ങൾ വെച്ചിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും കേട്ടതാണ്. ആദ്യമായിട്ട് ഞങ്ങൾ അർത്ഥം വെച്ചിട്ടില്ല. നിങ്ങളാണ് ആദ്യം മുതൽ അവസാനം വരെ ലഫ്ലും ബിൽ ലഫ് അർത്ഥം വെച്ച നിങ്ങളാണ് സഹോദരൻ. നോളെ പറയുന്നത് ഇസ്തിഖാനത്തിന് വിനയം എന്നുള്ള അർത്ഥമാണോ? നിങ്ങൾ എന്താ വെച്ചത്? അതാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ എന്താണ് അർത്ഥം വെച്ചത്? അതാണ് അതിന്റെ അർത്ഥം. ഞങ്ങൾ സ്വയം പര്യാപ്തതയോടുകൂടെ അർത്ഥം വെച്ചത് അതാണോ? അതാരാ പറഞ്ഞത്? സ്വയം പര്യാപ്തതയോടുകൂടി. അതിനാണ് ഇവിടുന്ന് ആവർത്തിച്ച് ചോദിച്ചത്. ഇലാഹാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, സ്വയം പര്യാപ്തതയോടുകൂടിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ ദുആ ആവുകയുള്ളൂ എന്നത് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ അല്ലാതെ ഭൂമി ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞത് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുമോ എന്ന് ഒരു വെല്ലുവിളിയുടെ സ്വരത്തിൽ ഇപ്പോൾ തന്നെ തീരുമാനമാവണം. അത് സമൂഹം പഠിക്കട്ടെ. അത് പാതി വഴിയിൽ വെച്ച് നിർത്തിപ്പോകാൻ ഞങ്ങൾ ഒരുക്കമല്ല. കാരണം ഇസ്തിഖാനത്തിന് വിനയം എന്ന് നിങ്ങൾ അർത്ഥം വെച്ചല്ലോ. ആ അർത്ഥം ശരിയാണെന്ന് ഞങ്ങൾ വെച്ച അർത്ഥം ശരിയാണോ? നിങ്ങൾ ശരിയല്ലാത്ത അർത്ഥമാണോ? ഞങ്ങളാണ് അർത്ഥം വെച്ചിട്ടില്ല എന്ന് ഞങ്ങൾ സമൂഹത്തിൽ എത്ര നേരം വിളിച്ചു പറഞ്ഞു. പിന്നെ ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞപ്പോൾ അതെടുത്ത് ഉദ്ധരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പറയുന്നു, ഇസ്തിഖാനത്തിന് വിനയം എന്നുള്ള അർത്ഥം വെച്ചാൽ അത് എത്രത്തോളം വിഡ്ഢിത്തമാകും. കാരണം ഞാനൊരു ഉദാഹരണം എടുത്തു ചോദിച്ചു. വിനയം എന്നുള്ള അർത്ഥം വെക്കുകയാണെങ്കിൽ വിനയത്തോടു കൂടെ ഉപ്പയോട് ഒരു 10 രൂപ ചോദിച്ചാൽ അത് ശിർക്കാവുന്നല്ലേ അർത്ഥം വരിക. അപ്പൊ അർത്ഥം പൊട്ടത്തരല്ലേ? അതുകൊണ്ട് വിനയം എന്ന അർത്ഥം ശരിയല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്താ അർത്ഥം? പിന്നെ അതെ, അതാണ് ചോദിക്കുന്നത്. എന്താണ് അർത്ഥം? നിങ്ങളുടെ അർത്ഥം എന്താ? ഞങ്ങളെ അർത്ഥമൊക്കെ ഇതാ മുഖാമുഖം നിങ്ങൾ വെച്ചു. നിങ്ങളോട് ചോദിക്കുന്നു, ഇസ്തിഖാനത്തിന്റെ അർത്ഥം എന്താണ്? വിനയം എന്നാണോ അല്ല മറ്റെന്തെങ്കിലും അർത്ഥമാണോ? വിനയം അന്ന് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരും. അതുകൊണ്ട് മറ്റെന്തെങ്കിലും അർത്ഥം വെക്കാതെ നിവൃത്തിയില്ല. ആ അർത്ഥം എന്താണ് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ചോദിക്കണോ? ഞങ്ങൾ മുഖാമുഖം വെക്കും, സംവാദം വെക്കും. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ ഇപ്പൊ തന്നെ റെഡിയാണ് ഞങ്ങൾ. നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങൾ റെഡി 100 വട്ടം റെഡി. ശരി, ഇത് കഴിഞ്ഞാൽ കഴിയണ മുമ്പില്ല, കെട്ടിയ മൈക്കങ്ങളില്ല. ഇതാ പ്രശ്നം. അല്ല, ഇപ്പൊ ഇസ്തിഖാനത്ത് നിങ്ങൾ പറഞ്ഞു അങ്ങോട്ട് ചോദിക്കട്ടെ. പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞു, വേറൊന്നും പറയാനില്ല. പറഞ്ഞു കഴിഞ്ഞു. അല്ലാഹു അക്ബർ, അല്ലാഹു. എല്ലാ മനുഷ്യന്മാർക്കും തിരിഞ്ഞു. നിങ്ങൾ തക്ബീർ തൊഴിലാളി കുറച്ചാൾ വന്നിട്ട് ഓൾക്ക് തിരിയില്ല. ഉറങ്ങുന്നവരൊക്കെ ഉണർന്നു. ഉറക്കം നടിക്കുന്നവർ ഉണരൂല. അവിടെ കിടന്നുറങ്ങിക്കോളി, ശിർക്ക് ചെയ്തോളി, ബിദഅത്ത് ചെയ്തോളി, ഖുറാഫാത്ത് ചെയ്തോളി. പക്ഷെ മുസ്ലിം ഉമ്മത്തിനെ വെറുതെ വിടാം. ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, സ്വയം പര്യാപ്തത എന്ന് നിങ്ങൾ സ്വയം ഉണ്ടാക്കിയ അർത്ഥാണ് ലോകത്തെവിടെയുമില്ല. അതുകൊണ്ട് നിങ്ങളത് പഠിച്ചോളി, ആയിക്കോട്ടെ, കുഴപ്പമില്ല, അൽഹംദുലില്ലാ. ഏതായിരുന്നാലും ഇസ്തിഖാനത്തിന് സ്വയം പര്യാപ്തത എന്ന അർത്ഥം ഈ ഭൂമി ലോകത്ത് ആദ്യമായി വെക്കുന്ന മനുഷ്യൻ ഈ മുസ്ലിയാരാണ്.
ഇസ്തിഖാനത്ത് എന്ന വാക്കിന് സ്വയം പര്യാപ്തത എന്ന അർത്ഥം ഭൂമി ലോകത്ത് ആദ്യമായി വെച്ചത് നിങ്ങളാണ് ആദ്യമായി. നിങ്ങൾക്ക് അവാർഡ് തരണം, ഒരു അവാർഡ് നിങ്ങൾ തരണം. കാരണം ലോകത്ത് ഇന്നേ വരെ ഒരു മനുഷ്യൻ പറയാത്ത, ഒരു ഡിക്ഷണറി പോലും ഇല്ലാത്ത, ഒരു ഭാഷാ നിഘണ്ടുവിന് പോലും ഇല്ലാത്ത, ഒരു കിതാബിന് പോലും ഇല്ലാത്ത, നിങ്ങളെ മുസ്ലിയാക്കന്മാരും പറയാത്തൊരർത്ഥം നിങ്ങളെ മുസ്ലിയാക്കന്മാരും പറഞ്ഞിട്ടില്ല. അതാ അത്ഭുതം. സുലൈമാൻ സഖാഫി ബുക്ക് ചെയ്തിട്ടുണ്ട്, അലവി സഖാഫി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓരാരും ഈ അർത്ഥം വെച്ചിട്ടില്ല ഇസ്തിഖാനത്തിന് സ്വയം പര്യാപ്തതാണ്. അപ്പൊ അതൊന്നും ഇല്ലാത്ത നിങ്ങളെ കണ്ടുപിടിച്ചുണ്ടാക്കി ഭാവിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രതിനിധിയായി അതിന് പിൻഗാമിയായി വരാൻ പറ്റും മറ്റേ വലിയ ഉസ്താദിന്റെ. അതിനെപ്പറ്റി യോഗ്യതയൊക്കെ ഉണ്ട്. ആവട്ടെ, ഏതായിരുന്നാലും അൽഹംദുലില്ലാ വിഷയങ്ങൾ ഇവിടെ കൈകാര്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. മനസ്സിലാകണം എന്നുള്ളവർക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞില്ലേ, പിന്നെ നയിച്ചാൻ കൊണ്ടിരില്ലേ. അതുകൊണ്ട് മനസ്സിലാകണം എന്നുള്ളവർക്കെല്ലാം ഇൻഷാ അല്ലാഹ് മനസ്സിലാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും മനസ്സിലാവില്ല തീരുമാനിച്ചവരും സമൂഹത്തിന്റെ ഉപ്പും ചോർന്നെന്ന് മാത്രമേ ജീവിക്കുള്ളൂ ഉറപ്പുള്ളവരെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ. അത് മനസ്സിലാവില്ല, ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. എന്നാലും ഇതിനിടയിൽ കണ്ട ചില മൂലമാർക്ക് ഒറ്റ കണ്ടോ, ഒരു പ്രശ്നമില്ലാതെ ശാന്തമായി അവിടെ ഓരോ മൂലമാരുണ്ട് കണ്ടോ, വളരെ മാന്യമായി ഇപ്പൊ നോക്കി അത് ശരിയാണ്, ഒരു സ്വഭാവം കാണിക്കണല്ലോ. അപ്പൊ വളരെ ശാന്തമായി നിന്ന് ഓരോ കേൾക്കുകയാണ്. അവിടെ എല്ലാ മുസ്ലിയാക്കന്മാരോടും എനിക്കൊരു വസിയത്ത്, നിങ്ങൾ പോയിട്ട് അന്വേഷിക്ക്. സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് തേടിയാലേ ഒരു കാര്യം ദുആ ആവുള്ളൂ എന്ന് ലോകത്ത് ഒരു അഹ്ലുസുന്നയുടെ പണ്ഡിതരും പറഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾ ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരാളൊന്ന് പോയിട്ട് ഒന്ന് സ്വസ്ഥമായി അന്വേഷിക്കുക. കാണാൻ കഴിയില്ല എന്നാണ് തീർത്തു പറയാനുള്ളത്.